പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ജയ ശ്രീരാധേശ്യാം. ഗുരുവർദ്ധേ തിക്തരാജ്യേ വജ്രധനുവനം പത്മപദ്ഭ്യാം പ്രിയായാം പാണിസ്പർശക്ഷമാഭ്യാം മൃതിപതരുജോയോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാ ശൂർപ്പണാഖ്യാ പ്രിയവിരഹരുഷാരോപിതദ്രൂ വിജൃംഭ ത്രസ്താഭിബദ്ധസേതു ഗലദവദഹന കോസലേന്ദ്രോവദാന്ന. പ്രകാരമെല്ലാം ഇരിക്കുന്ന കോസലേന്ദ്രൻ ശ്രീരാമേന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ. കടാമ്പുഴ ഭഗവതിയുടെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യത്തിൽ വെച്ചിട്ട് ആ കിരാത പാർവതി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ശ്രീപരമേശ്വരന്റെ അംശാവതാരമായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ കഥയാണ് ഇന്ന് നാളെയായിട്ട് ഈ അമ്മയുടെ സന്നിധിയിൽ പറയാൻ അമ്മയുടെ അവസരം തന്നിട്ടുള്ളത്. ഏതൊരു സ്ത്രീക്കും സ്വന്തം ഭർത്താവിന്റെ കേമത്തങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ് ഭാര്യമാർക്ക് ഭർത്താവിന്റെ ഓരോരോ കേമത്തങ്ങളും. പക്ഷെ അവർ പറയില്ല. അവർ പറയുന്നതേ ഉള്ളൂ, ഭർത്താവിന്റെ കുറ്റങ്ങളെ പറയുള്ളൂ. ഇത്രയും നല്ലൊരു ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ഏതെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അറിയുള്ളൂ വൃത്തിയായിട്ട്, അല്ലെ? സമ്മതിക്കില്ല. ഭർത്താവിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും അത് മനസ്സിലേ സമ്മതിക്കുള്ളൂ, പുറത്തേക്ക് പറയില്ല. ഓരോ ഭർത്താക്കന്മാരും അല്ലെ, കുറെ ആൾക്കാരും പ്രഭാഷണം കേൾക്കുന്നുണ്ട്. ഓരോരുത്തിരിക്കുന്ന ഭാര്യയോടും ചോദിച്ചു നോക്കൂ, ഭർത്താവിന്റെ ഗുണങ്ങളെ കുറിച്ച് സമ്മതിക്കാൻ പറ്റുമോ? മനസ്സിലേ സമ്മതിക്കുള്ളൂ, പുറത്തേക്ക് പറയില്ല. അത് ഏതൊരു ഭാര്യയുടെയും സ്വഭാവമാണ്. പക്ഷേ ഭർത്താവിനോട് നല്ല ബഹുമാനമുണ്ട്, നല്ല സ്നേഹമുണ്ട്. തൻ്റെ ഭർത്താവിനെ കഴിവിനെ കുറിച്ച് അറിയും ചെയ്യാം, പക്ഷേ ഇത് പറയില്ല. കാരണം എന്താ? അത് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് പറയാത്തത്. കാരണം ഭർത്താവിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവിന് അഹങ്കാരം വന്നാലോ, നല്ല നല്ല കഴിവുകളുണ്ട് നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അഹങ്കാരം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ഭർത്താവിന് ഒരിക്കലും അഹങ്കാരം വരരുത്. കാരണം നശിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് അഹങ്കാരം. അപ്പൊ ഒരിക്കലും സ്വന്തം കഴിവിനെ കുറിച്ച് ആലോചിച്ച് അഹങ്കരിച്ച് നശിക്കരുത് എന്ന് തൻ്റെ ഭർത്താവിനെ കുറിച്ച് സ്നേഹം കൊണ്ടാണ് ഭാര്യമാര് തൻ്റെ ഭർത്താവിൻ്റെ കഴിവുകളൊന്നും പറയാത്തത്. അവർക്ക് മനസ്സിലറിയാം, മനസ്സിൽ തൻ്റെ ഭർത്താവിനോളം യോഗ്യനായിട്ട് ഒരാൾ ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് ഓരോ ഭാര്യയ്ക്കും അറിയാം. അതുപോലെ തന്നെ ഒരു ഭാര്യയാണ് ആര്? കടാമ്പുഴ അമ്മ. ആരുടെ? കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ കൂടെ ഭർത്താവ് കട്ടാളന്റെ വേഷം കെട്ടി വന്നപ്പോൾ എന്നാൽ ഞാനും യോജിച്ചൊരു വേഷം കെട്ടി വരാം എന്ന് പറഞ്ഞ് കട്ടാളത്തിയായിട്ട് വന്നതാണ്, അല്ലേ? ശിവനെ തപസ് ചെയ്തിട്ടുള്ളൂ അർജുനൻ, പാർവതിയെ തപസ് ചെയ്തിട്ടില്ല. പക്ഷേ പാർവതി പറഞ്ഞാലേ ശിവൻ വേഗം കേൾക്കുള്ളൂ. ദേവന്മാര് കുന്നിൻ മകളെ കുന്നോളം കൃപ ഞങ്ങളിൽ അരുളയണം, അന്നു പിണഞ്ഞൊരു ദുരിതമതെല്ലാം അമ്മേ നീക്കേണം, തപമതു തീരാൻ പാശുപതാസ്ത്രം പാർത്ഥനു നൽകേണം, ആയതിനായി പരമേശ്വരി നാഥനോടൊന്നുരിയാടേണം. അർജുനന്റെ കഠിനമായ തപസ് കണ്ട് ദേവന്മാരാകെ ചുട്ടുകൊള്ളുകയാണ്. ഒരാൾ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി ദേവന്മാരെ മുഴുവൻ ചുട്ടുപൊള്ളിക്കാൻ. എങ്ങനെ? ഈശ്വര ആരാധന കൊണ്ട്. എന്നാൽ അസുരന്മാരെ ഈശ്വരാരാധന കൊണ്ടല്ല ദേവന്മാരെ ഉപദ്രവിക്കുക, നേരിട്ട് പോയിട്ട് ഉപദ്രവം ചെയ്തിട്ടാണ്. എന്നാൽ ഭൂമിയിൽ മനുഷ്യരങ്ങനെയല്ല. മനുഷ്യർ ഈശ്വരാരാധന ചെയ്യും. ധ്രുവൻ തപസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദേവന്മാർക്ക് വല്ലാണ്ട് വിഷമമൊന്നുമില്ലേ? ദേവന്മാർ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് വേഗം ധ്രുവന്റെ തപസ്. 6 മാസമേ ആയിട്ടുള്ളൂ. 5 വയസ്സുള്ള ഒരു കുട്ടി വിചാരിച്ചാൽ മതി സ്വർഗത്തിലെ ദേവന്മാരെ മുഴുവൻ കിട്ടുകിട്ട വറപ്പിക്കാൻ. യുദ്ധം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ഭക്തി കൊണ്ട്. എന്നിട്ടാണ് സ്വർഗം വലിയ കേമാണ്, സ്വർഗത്തിലേക്ക് പോവാന്നൊക്കെ പറയണത്. നമ്മുടെ പുരാണങ്ങൾ, ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്നു സ്വർഗത്തിൽ ഒന്നുമില്ല. ഭാരതത്തിൽ കിട്ടുന്ന സുഖത്തിന്റെ 1000-ൽ 1 പോലും സ്വർഗത്തിലില്ല.
അതുകൊണ്ട് ഭാരതത്തിൽ ജനിച്ചിരിക്കുന്നവരാരും സ്വർഗത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം സ്വർഗത്തേക്കാൾ അല്ലേ, സിനിമ തന്നെ പാട്ടുണ്ട് അല്ലേ, സ്വർഗത്തേക്കാൾ സുന്ദരം ഈ ഭൂമി എന്ന് പറഞ്ഞിട്ട്. ഭാഗവതം പറഞ്ഞു തന്നതാണ്, രാമായണം പറഞ്ഞു തന്നതാണ്. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ഭാരതഭൂമി. സ്വർഗത്തിലൊന്ന് കണ്ണടത്ത് ഉറങ്ങാൻ പോലും പറ്റില്ല അത്രേ. കാരണം കൺപോളകളില്ല സ്വർഗത്തിലുള്ളവർക്ക്. മറ്റ് സമ്പ്രദായങ്ങളിലുള്ള, വിദേശ സമ്പ്രദായങ്ങളിലുള്ള ഈശ്വരാരാധനയിലൊക്കെ സ്വർഗമാണ് ഏറ്റവും വലുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഭാരതീയ ഗ്രന്ഥങ്ങളില് സ്വർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാ, ഒരു സുഖവും ഇല്ലാത്ത സ്ഥലം. ആരെ സംബന്ധിച്ച്? ഭാരതത്തെ സംബന്ധിച്ച്. മറ്റു രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ പോണ്ടി വരും സ്വർഗത്തിലേക്ക്, പക്ഷെ ഭാരതത്തിലുള്ളവർക്ക് സ്വർഗത്തിലേക്ക് പോണ്ട. കാരണം സ്വർഗത്തിലുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഭാരതത്തിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന രാമായണത്തിലെ ആ ദശരഥ മഹാരാജാവ് സ്വർഗത്തിലെ ദേവന്മാരെ സഹായിക്കാൻ പോയിട്ടില്ലേ? എന്തേ? സ്വർഗത്തിലുള്ളവർക്ക് കഴിവില്ല. അതുകൊണ്ടല്ലേ ഭാരതത്തിൽ നിന്ന് അയോധ്യ രാജാവായിട്ടുള്ള കോസല രാജാവായിട്ടുള്ള ദശരഥൻ സഹായിക്കാൻ പോയത്. മുചുകുന്ദൻ ദേവന്മാരെ സഹായിക്കാൻ പോയ ആളാ. അത് കഴിവില്ല, സ്വന്തമായിട്ട് ജയിക്കാൻ കഴിവില്ലാത്തവരാണ് സ്വർഗത്തിലുള്ളവര്. എന്നിട്ട് ഭാരതത്തിൽ നിന്നാണ് സ്വർഗത്തിലുള്ള ദേവന്മാരെ രക്ഷിക്കാനായിട്ട് പോയ ആളുകളിൽ പെട്ട ആളാണ് മുചുകുന്ദനും ദശരഥനും അതുപോലെ ഖഡ്വാങ്കൻ തുടങ്ങിയ ആൾക്കാരൊക്കെ. അവിടെ നല്ലൊരു ദേവസേനാപതി ഇല്ലാഞ്ഞിട്ടാണ് മുചുകുന്ദനെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയത്. പിന്നീട് സുബ്രഹ്മണ്യ സ്വാമി ദേവസേനാപതിത്വം ഏറ്റെടുത്തപ്പോ മുചുകുന്ദൻ ഭൂമിയിലേക്ക് പോരുക ഉണ്ടായത്. അപ്പോ സ്വർഗത്തിലുള്ള ആളുകളെ ഭാരതത്തിലുള്ള ആളുകള് തപസ് കൊണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ? ആ തപസ് കാരണം സ്വർഗത്തിലുള്ളവർക്ക് ചുട്ടുപൊള്ളിയിട്ട് അവിടെ ഇരിക്കാൻ വയ്യ. ഇതുപോലെ തപസ് ചെയ്ത ആളാണ് ആര്? അർജുനൻ. അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്ത് ദേവന്മാര് ചുട്ടുപൊള്ളുമ്പോഴാണ് ദേവന്മാര് മഹാദേവന്റെ അടുത്ത് ചെല്ലുമ്പോൾ മഹാദേവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും രാമ 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 രമേ രാമേ മനോരമ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ? രാമ രാമ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ആ രാമചിന്ത മാത്രമേ ഉള്ളൂ പരമേശ്വരന്. ദേവന്മാര് വന്നതൊന്നും അറിയണില്ല. അപ്പോഴാണ് അപ്പുറത്തുള്ള പാർവതിയോട് പറയണത്, ദേവി ഒന്ന് മഹാദേവനോടൊന്ന് പറയൂ അർജുനന് വരം കൊടുക്കാൻ. എന്നാ ശരി, ഒന്ന് പരീക്ഷിച്ചിട്ടാവാം വരം കൊടുക്കലോ എന്ന് വിചാരിച്ച് കാട്ടാള വേഷത്തിൽ പോകുമ്പോ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് രാമായണ കഥ പാർവതിക്ക്. അധ്യാത്മരാമായണം അങ്ങനെയല്ലേ? പരമേശ്വരൂടെ ചെയ്തു പാർവതിയോടായി രാമതത്വത്തെ. ഈ രാമതത്വത്തെ പാർവതി കേട്ടുകൊണ്ടിരിക്കുമ്പോ പാർവതി കേട്ടിട്ടുണ്ട് രാമൻ കാട്ടിലേക്ക് പോയപ്പോ സീതയും കാട്ടിലേക്ക് പോയി. ഇവിടെ ആരാ കാട്ടിലേക്ക് പോണത്? ശിവനാണ് കാട്ടിലേക്ക് പോണത്. എന്തിനു വേണ്ടി? അർജുനനെ അനുഗ്രഹിക്കാനും പരീക്ഷിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ രാമായണം കേട്ടുക മാത്രം പോരാ, രാമായണത്തിലെ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സാരം മനസ്സിലാക്കി ആ സാരത്തെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. പാർവതി മാതൃകാ കുടുംബമാണ്. ശിവൻ കാട്ടാള വേഷം കെട്ടിയപ്പോൾ പാർവതിയും കാട്ടാളത്തിയുടെ വേഷം കെട്ടിയും കൊണ്ട് വന്നു. പിന്നീട് കഥകൾ നിങ്ങൾക്ക് അറിയണതല്ലേ. കിരാതം കഥയിലൂടെ വളരെയധികം പരീക്ഷണങ്ങൾ ചെയ്ത് അർജുനന് ആ വന്നിരിക്കുന്ന ആള് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാവണതും വരം കൊടുക്കണതൊക്കെ ആ കടാമ്പുഴ അമ്മയുടെ സന്നിധിയിൽ, മാതൃകാ കുടുംബനാഥയായിട്ടുള്ള അമ്മയുടെ ആ ഒരു സന്നിധിയിൽ വെച്ചിട്ട് ആ പാർവതിയുടെ ഭർത്താവായ പരമേശ്വരന്റെ അംശമാണ് ഹനുമാൻ സ്വാമി. ഇതുപോലെ ദുർവാസാവ് മഹർഷി മഹാദേവന്റെ അംശമാണ്. ദുർവാസ ശങ്കരാംശേണ. അത്രി മഹർഷിക്കും അനസൂയാദേവിക്കും ത്രിമൂർത്തികളുടെ പുത്രന്മാരായിട്ട് ജനിച്ചു. അതിൽ ബ്രഹ്മാവ് സോമനായിട്ടും മഹാവിഷ്ണു ദത്താത്രേയനായിട്ടും മഹാദേവൻ ദുർവാസാവായിട്ടും ജനിച്ചു എന്ന് കാണാം. ഇവിടെ ശിവന്റെ അംശമാണ് ആ അഞ്ജനയിലൂടെ വന്ന അഞ്ജനാപുത്രൻ ഹനുമാൻ. അഞ്ജനാസൂനു വായുപുത്രോ മഹാഹല രാമേഷ്ട ഫൽഗുനസ്സഹ പിങ്കാക്ഷോ അമിതവിക്രമ. എത്രയെത്ര കേമത്തങ്ങളാണ് ഹനുമാൻ സ്വാമിക്ക്. ആ ഹനുമാൻ സ്വാമിയുടെ കഥ പറയാനാണ് ആ കടാമ്പുഴ ദേവി ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. കാലവർഷത്തിന്റെ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കണോ. എത്ര വലിയ ബുദ്ധിമുട്ടുള്ള സമയത്തും
രാമകഥയാണ്, രാമന്റെ നാമമാണ്, രാമഭക്തിയാണ് രക്ഷയ്ക്ക് ഉണ്ടാവുക എന്ന് കാണിച്ചു തന്ന ഗ്രന്ഥം രാമായണം. രാമഭക്തി ഉണ്ടെങ്കിൽ, രാമനാമം ഉണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഹനുമാൻ സ്വാമിയുടെ ആ ലീലകള്, സുന്ദരകാന്ഡം. ഓരോ ദിവസവും ഓരോ ആചാര്യന്മാർ വന്ന് ഈ കടാമ്പുടമ്മയുടെ സന്നിധിയിലെ രാമായണ കഥകൾ പറയണം. അപ്പൊ ഇന്നലെ കിഷ്കിന്ധാകാന്ഡം പറഞ്ഞ് സമർപ്പിച്ചു. ഇനി സുന്ദരകാന്ഡം, രാമായണത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാണ്ഡം എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളതൊന്നും സുന്ദരമല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം സുന്ദരം തന്നെയാണ്. പക്ഷെ ഈ സുന്ദരകാന്ഡത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ദുഃഖമൊന്നുമില്ല. ഈ സുന്ദരകാന്ഡത്തിൽ ആരും കരയണത്, ആർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ കാണില്ല. ഈ സുന്ദരകാന്ഡത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടോ? ഇല്ല. അവിടെ സീതാദേവി ദുഃഖിച്ചിരിക്കുന്നത് ഹനുമാൻ കാണുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ദുഃഖിക്കാനുള്ള കാരണമൊന്നും സുന്ദരകാന്ഡത്തിലല്ല, അത് അരണ്യകാന്ഡത്തിലാണ്. സീതയെ കട്ടുകൊണ്ടുപോലെ അതിന്റെ ഭാഗത്തിലല്ല എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാലകാന്ഡത്തിൽ ദുഃഖിക്കാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം രാമന്റെ അഭിഷേകം തടയുന്നത്, കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ ദുഃഖിക്കുന്നത് ഒക്കെ അവിടെ ദുഃഖം കാണാം. ബാലകാന്ഡത്തില് പ്രധാനമായിട്ടുള്ള ദുഃഖം എന്താ വെച്ചാല് ദുഃഖത്തിനുള്ള ചില കാരണങ്ങൾ. കൈകേയിയുടെ വാക്കുകളൊക്കെ അയോധ്യാകാന്ഡത്തിലേക്കാണ് കിടക്കുക. ബാലകാന്ഡത്തില് വിശ്വാമിത്രൻ വന്ന് ഈ ആഗ്രഹയ്ക്ക് വിളിക്കുന്ന സമയത്ത് ദശരഥന് ദുഃഖം, രാമനെ പിരിയാൻ. അങ്ങനെയുള്ള ദുഃഖം. പല പല രാക്ഷസന്മാർ വരുന്ന സമയത്ത് നമുക്ക് പേടിയും എന്താ ഉണ്ടാവണത്. പിന്നെയാണ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പരശുരാമനെ മുമ്പിൽ കാണുമ്പോൾ ദശരഥ മഹാരാജാവിനൊക്കെ ഒരു പേടി, ദുഃഖം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അയോധ്യാകാന്ഡത്തില് പിന്നെ കൈകേയിയുടെ വരം വാങ്ങലും രാമന്റെ കാട്ടിലേക്കുള്ള യാത്രയൊക്കെ. ആരണ്യകാന്ഡത്തില് എത്തുമ്പോഴേക്കും അവിടെ പല അസുരന്മാരും ഭഗവാന്റെ നേരെ വരണതായിട്ട്, ഒരു ആനയെ ഒരു കുന്തത്തിൽ കോർത്ത് വിഴുങ്ങിയും കൊണ്ടൊക്കെയാണ് വിരാഹൻ വരണത്. ഇങ്ങനെയുള്ള ഓരോ അസുരന്മാർ വരണതായിട്ട് ഒക്കെ ആരണ്യകാന്ഡത്തിലും ഭഗവാന്റെ കാട്ടിലെ ആ വാസം, അവിടെയും ദുഃഖകാര്യങ്ങൾ കാണാം. കിഷ്കിന്ധാകാന്ഡത്തിലാണെങ്കിൽ സുഗ്രീവനെ ഓടിച്ചു വിടുന്നതായിട്ടുള്ള ആ കഥകളും, ബാലിയുടെ തെറ്റിദ്ധാരണ കൊണ്ട് സുഗ്രീവനുണ്ടാകുന്ന പല ദുഃഖങ്ങളും ഒക്കെ അവിടെ കാണാം. യുദ്ധകാന്ഡത്തിലാണെങ്കിൽ രാവണവധത്തിന് ശേഷം ഉണ്ടാവുന്ന ആ മണ്ഡോദരിയുടെ ദുഃഖം, വധം കാര്യങ്ങളൊക്കെ. പക്ഷെ സുന്ദരകാന്ഡത്തിൽ ആ വക ദുഃഖങ്ങൾക്കൊന്നും കാര്യമില്ല. അവിടെ സുന്ദരകാന്ഡത്തിൽ എന്താ, സുന്ദരകാന്ഡത്തെ പഞ്ചഭൂതങ്ങളുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നതാണ്. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാ? ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം. ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് സുന്ദരകാന്ഡത്തെ എങ്ങനെയാ ബന്ധിപ്പിക്കുക? അഞ്ചിലൊന്നിൻ്റെ മകൻ അഞ്ചിലൊന്നിനെ കടന്നു, അഞ്ചിലൊന്നിൻ മകളെ കണ്ടു, അഞ്ചിലൊന്നോളം പോന്നതിനെ അഞ്ചിലൊന്നോണ്ടു തീർത്തു തിരിച്ചു ചാടി. ഇത്രയുള്ളൂ സുന്ദരകാന്ഡം. അഞ്ചിലൊന്നിൻ്റെ മകൻ, പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള വായുവിൻ്റെ മകൻ ഹനുമാൻ. അഞ്ചിലൊന്നിനെ കടന്നു, അഞ്ചിലൊന്നാണ് വെള്ളം. പഞ്ചഭൂതങ്ങളിൽ വെള്ളത്തെ ചാടിക്കടന്നു. അഞ്ചിലൊന്നിൻ മകളെ കണ്ടു, അഞ്ചിലൊന്നാണ് ഭൂമിദേവി. ഭൂമിദേവിയുടെ മകളായ സീതയെ കണ്ടു. അഞ്ചിലൊന്നോളം പോകുന്നതിനെ, പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ആകാശം. ആകാശത്തോളം പോകുന്ന രാവണന്റെ കൊട്ടാരത്തെ അഞ്ചിലൊന്നുകൊണ്ട് തീർത്തു. അഞ്ചിലൊന്നാണ് അഗ്നി. അഗ്നി കൊണ്ട് തീർത്ത് തിരിച്ചു ചാടി. ഇത്രയുള്ളൂ സുന്ദരകാന്ഡം. ഈ സുന്ദരകാന്ഡത്തെ സുന്ദരമായിട്ട് അവതരിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതിന് വാൽമീകിയെ പോലെയുള്ള ഭക്തന്മാർക്ക്, എഴുത്തച്ഛനെ പോലെയുള്ള ഭക്തന്മാർക്കൊക്കെ സാധിക്കുള്ളൂ. നമുക്ക് എന്താവാം, കണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞത് പോലെ നമ്മുടെ കഴിവിനനുസരിച്ച് ആ കടാമ്പുഴമ്മ എന്താണോ പറയാനായിട്ട് തോന്നിക്കുന്നത് അതിനെ പറയാം എന്നേ ഉള്ളൂ. ആ കിഷ്കിന്ധാകാന്ഡത്തിന്റെ അവസാനം ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ സഹായിക്കാൻ സുഗ്രീവനെ സഹായിക്കാൻ ശ്രീരാമനും തമ്മിലുണ്ടാക്കിയ ഒരു കരാർ പ്രകാരം ശ്രീരാമൻ തൻ്റെ ആ വാക്ക് പാലിച്ചു.
ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവന് രാജ്യം കൊടുത്തു. നമ്മളൊക്കെ താൻ പാതി ദൈവം പാതി എന്ന് പറയാറുണ്ട്. നമ്മൾ പകുതി ചെയ്യുക, ബാക്കി ഭഗവാൻ ചെയ്യുക എന്നുള്ളത്. പക്ഷെ നേരെ തിരിച്ചാണ് വേണ്ടത്. ദൈവം പാതി താൻ പാതി എന്നാണ്. ദൈവം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്തു വെച്ചു കഴിഞ്ഞു അല്ലേ? ശ്രീരാമനാണ് ഈശ്വരൻ. ആ ശ്രീരാമൻ ചെയ്യേണ്ട കാര്യം വാക്ക് പാലിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി സുഗ്രീവനാണ് വാക്ക് പാലിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗത്തേക്ക് കടക്കുമ്പോഴും അവിടെ ചിന്തിക്കേണ്ട എന്താ? നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്തുവോ? അപ്പൊ ഈശ്വരൻ ചെയ്യാനുള്ളതോ? ഈശ്വരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? നല്ല ഒരു മനുഷ്യജന്മം നമുക്ക് തന്നിട്ടുണ്ട്. ഈശ്വരൻ മനുഷ്യജന്മം തന്നിട്ടുണ്ട്. ഈ മനുഷ്യജന്മത്തിൽ അംഗഭംഗങ്ങളൊന്നും ഇല്ലാത്ത ജന്മം തന്നിട്ടുണ്ട്. കയ്യിന് കുഴപ്പമൊന്നുമില്ല, കാലിന് കുഴപ്പമൊന്നുമില്ല, നാവിന് കുഴപ്പമൊന്നുമില്ല, ചെവിക്കും കണ്ണിനും ഒന്നും കുഴപ്പമില്ലാത്ത ഒരു ജന്മം തന്നിട്ടുണ്ട്. ഈശ്വര ചിന്തയോടുകൂടിയ ഒരു ജന്മം തന്നിട്ടുണ്ട്. നമ്മളെ നിരീശ്വരവാദികളുടെ ഇടയിലൊന്നും കൊണ്ടുപോയി ജനിപ്പിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ രാമായണത്തിന് മുമ്പിൽ ഇരിക്കില്ലല്ലോ. ഇതൊക്കെ ഈശ്വരൻ ചെയ്തു വെച്ചതാണ്. ഇപ്പൊ നിരീശ്വരവാദി ഈശ്വരനൊന്നും ഇല്ല, ഈ പൂജയും ഗണദേവവും കാര്യങ്ങളും ഈശ്വരാരാധനയും അമ്പലത്തിൽ പോക്കും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചു വെച്ചാൽ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുകയോ? അങ്ങനെ ഒരു അധപ്പതിച്ച ജന്മമൊന്നും നമുക്ക് തന്നില്ല അല്ലെ? ഈശ്വര നിഷേധത്തെക്കാൾ വലിയൊരു അധപ്പതന ലോകത്ത് വേറെ ഒന്നുമില്ല അല്ലെ? ദക്ഷന്റെ കഥയിൽ നമുക്കറിയാം അല്ലെ? ഭഗവാനെ നിന്ദിച്ചു, എന്തേ ഉണ്ടായത്? തലപൂക ഉണ്ടായത്. എന്തായാലും അങ്ങനെയൊന്നുമില്ല. ഒരു ഈശ്വര ചിന്തയോടുകൂടിയുള്ള അച്ഛനമ്മമാരുടെ മക്കളായിട്ട് ജനിപ്പിച്ചു. ഇവിടെ സത്സംഗത്തിന്റെ മുകളിൽ ചെയ്തു കഴിഞ്ഞു ഈശ്വരൻ. ബാക്കി നമ്മൾ എന്തേ ചെയ്യണ്ടു? ആ ഭഗവാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുകയേ വേണ്ടു, അനുസരിക്കുകയേ വേണ്ടു. പറഞ്ഞാ കേൾക്കുക എന്നുള്ള സ്വഭാവം മുത്തശ്ശിമാരോ അമ്മമാരോ ഒക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. എന്താ വേണ്ടത്? ആദ്യം പറഞ്ഞാ കേൾക്കണം. ആ പറഞ്ഞാ കേൾക്കായ എന്നുള്ള ദോഷമാണ് നമുക്കൊക്കെ ബാധിച്ചിരിക്കുന്നത്. ആര് പറഞ്ഞത് കേൾക്കണം? ആര് പറഞ്ഞാലും കേൾക്കണം. അത് നല്ലതാണെങ്കിൽ ബാലോപി സുഭാഷിതം. ഒരു ചെറിയ കുട്ടി പറയുകയാണെങ്കിലും നല്ല വാക്കാണെന്നുണ്ടെങ്കിൽ അതിനെ അനുസരിക്കണം എന്ന് പറയുക. പറഞ്ഞത് ചെറിയ കുട്ടിയാണ് എന്ന് വിചാരിച്ച് അനുസരിക്കാണ്ടിരിക്കരുത്. ഇനിയിപ്പോൾ വളരെ പ്രായമായിട്ടുള്ള ഒരാളാ പറഞ്ഞത്, പക്ഷേ അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അനുസരിക്കരുത്. പറഞ്ഞാൽ കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞതും കേൾക്കാൻ തയ്യാറാവണം. എന്നിട്ട് അതിൽ നിന്നും അനുസരിക്കേണ്ടത് ഏതാ, നമ്മൾക്ക് നല്ലത് ഏതാണ് ചീത്തത് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേണം അനുസരിക്കാൻ. തിരിച്ചറിയാൻ പാകത്തിന് ഒരു വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. മറ്റ് മൃഗങ്ങൾക്കൊന്നുമില്ലാത്ത, മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു സിദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. വിശേഷ ബുദ്ധി, നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള കഴിവ്. ഒരു പൂച്ച അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിലൂടെ നടക്കുകയാണെന്ന് വിചാരിച്ചാൽ ആ പൂച്ച ശ്രീകോവിലിക്ക് തൊഴുക. അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്, ഭക്തിയാണ് മനസ്സിലാക്കുക. ഇല്ല പൂച്ചയ്ക്ക് അറിയില്ല. പൂച്ച എന്ത് ചെയ്യും? അതിന് കഴിക്കാനുള്ള വലുത് കൊണ്ടുള്ളത് നോക്കുക. വേറെ ഒന്നുമല്ല അന്വേഷിച്ച് വരണത്. തനിക്ക് പറ്റിയ ഒരു പെൺപൂച്ചയെ അന്വേഷിച്ച് വരികയാണ് ശ്രീകോവിലിന്റെ മുമ്പില്. തനിക്ക് ഒരു സ്ഥലം അന്വേഷിച്ച് വരികയാണോ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക്? അല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. എന്നാൽ മിഷൻ അങ്ങനെയല്ല. ശ്രീകോവിലിന്റെ മുമ്പ് കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകില്ല അല്ലെ? അതിനിവിടെ ഹോട്ടലുകളിലേക്കേ പോവുള്ളൂ. ശ്രീകോവിലിന്റെ മുമ്പിൽ പോണത് ആ ഭഗവതിയെ കണ്ണു തുറന്ന് കാണാനും ഭഗവതിയെ തൊഴാനും അവിടെയുള്ള ദേവിക്ക് ചാർത്തിയ പൂമുടലിലെ ഒരു പൂവെങ്കിലും പ്രസാദമായിട്ട് കിട്ടുമോ എന്നറിയാനും ആ ദേവിക്ക് മാല ചാർത്തിയത് കാണാനും അവിടെ തൊഴാൻ വരുന്ന ഭക്തന്മാരെ കാണാനും നാളികേരം മുട്ടാനായിട്ട് നാളികേരവുമായിട്ട് നാമം ജപിച്ചിരിക്കുന്ന ആളുകൾ വർത്താനം അല്ലേ? നാളികേരം മുട്ടായിരിക്കുമ്പോ എന്ത് വേണം? നാമം ജപിച്ചിരിക്കണം. ആ കൗണ്ടർ ഷീട്ടാക്കുമ്പോ പേര് പറയ കൂടി വേണ്ട അല്ലെ? അത്രയ്ക്ക് സൗകര്യമാണ് ദേവസ്വം ചെയ്തു തന്നിരിക്കുന്നത്. ആ പേരും നാളും പറയുന്ന സമയം കൂടി നിങ്ങൾ നാമം ജപിക്കൂ. അതുകൊണ്ട് പേരുന്നാൾക്ക് എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുത്താൽ മതി. എന്തിനെ നിയമം വെച്ചിരിക്കണമെന്ന് അറിയോ? ഈ പേരുന്നാളൊക്കെ എഴുതി കൊടുക്കാൻ പറഞ്ഞത് ഇത് പറയുന്ന സമയം കൂടി നിങ്ങൾ അമ്മയ നാരായണ ജപിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആരെങ്കിലും ഷീട്ടാക്കാൻ നിൽക്കുമ്പോൾ നാമം ജപിക്കാറുണ്ടോ? ജപിച്ചൂടെ? തോന്നണം.
അതിനെന്ത് വേണം? അമ്മയുടെ അനുഗ്രഹം തന്നെ വേണം. നാളികേരം മുട്ടാനായിട്ട് ഓരോരോ മുട്ടുകളുമായിട്ടല്ലേ വരണത്, ഓരോ തടസ്സങ്ങളുമായിട്ടല്ലേ വരണത്. ഈ തടസ്സം മാറാൻ അകത്ത് മേശാന്തി അവിടെ നാളികേരം മുട്ടിത്തരുമ്പോ ഇവിടുന്ന് ഉറക്കെ അമ്മേ നാരായണ എന്ന് ജപിക്കണം. നാളികേരം കയ്യിൽ പിടിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ആ മുട്ടാനുള്ള നാളികേരം കയ്യിൽ വെള്ളത്തിൽ മുക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാമമല്ലാണ്ട് ഒരൊറ്റ അക്ഷരം ഉണ്ടാകാൻ പാടില്ല. ഒരു വർത്തമാനം വല്ലതും പറയേണ്ട ആവശ്യമുണ്ടോ അവിടെ? ഒന്നുമില്ല. വരിയിരിക്കണം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മയുടെ നാമം. ആ നാമങ്ങളാണ് മുട്ടുകളൊക്കെ തീർക്കണത്. ഈ നാമം ജപിച്ച് താഴെ എത്തി അമ്മയുടെ മുമ്പിൽ ആ നാളികേരം മുട്ടുമ്പോൾ നമ്മുടെ ജപത്തിന്റെ ശക്തി കൊണ്ട് മുട്ടുകളൊക്കെ തീർന്നു വെച്ചാൽ അവിടെ മുട്ട് നേരെയായിട്ട് വരും. ആരുടെയെങ്കിലും മുട്ട് നേരെയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് 1000 തവണ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ ഇവിടെ ഇരുന്ന് ജപിപ്പിക്കുക വേണ്ടത്. എന്നിട്ട് വേണം രണ്ടാമത്തെ മുട്ട് മുട്ടാനായിട്ട്. അല്ലേ? നേരെയാവുകയോ നോക്കാൻ. നമ്മൾ വേഗം കടയിൽ പോയി ഒരു നാളികേരം കൂടി വാങ്ങിയിട്ട് മുട്ടിക്കും. ഭഗവതി വിചാരിക്കും അങ്ങനെ കുറെ പടി കയറി ഇറങ്ങി വന്നതല്ലേ, നേരെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മുട്ട് നേരെയാക്കും. മുട്ട് നേരെയാവാനുള്ള മാർഗം നാമജപമാണ്. അല്ലേ? തടസ്സങ്ങൾ നീങ്ങാൻ ഹര കാണിച്ചു തരണത് രാമായണത്തില് ഹനുമാൻ സ്വാമിയാണ് കാണിച്ചു തരണത്. മുട്ടുകളൊക്കെ തീരാൻ, തടസ്സങ്ങളൊക്കെ തീരാൻ നാമജപമാണ് വേണ്ടത്. അപ്പുറത്ത് പ്രവൃത്തി വേണം. നാളികേരം മുട്ടിക്കണം. എന്തിനു വേണ്ടിയിട്ട്? തടസ്സങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് ശ്രീകോവിൽ നിന്ന് ഭഗവതി ഇങ്ങനെ നേരിട്ട് വന്ന് പറഞ്ഞു തരില്ല. അത് മുട്ടിലൂടെയാണ് പറഞ്ഞു തരിക, ദോഷങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട്. മുട്ടുകൾ അറിയാനാണ് നാളികേരം മുട്ടണത്. മുട്ടുകൾ തീരാൻ നാമജപം. ആ നാമം അവർ തന്നെ ജപിക്കണം. വേറൊരാൾ ജപിച്ചാൽ പോരാ. ഒരാൾക്ക് വിശക്കുന്നതിന് വേറൊരാൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. ആർക്കാണോ വിശപ്പ് അവർ വേണം ഭക്ഷണം കഴിക്കാൻ. ആർക്കാണോ രോഗം അവർ വേണം മരുന്ന് കഴിക്കാൻ. എനിക്കിപ്പോൾ ആശുപത്രിക്ക് വരാൻ പറ്റില്ല. ഒരു നിങ്ങൾ എന്തായാലും ആശുപത്രിയിൽ പോവുകയല്ലേ, നീ കാശ് കൂടി അവിടെ ഡോക്ടർക്ക് കൊടുത്തേക്കോ എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് ഫീസ് വേറെ ആൾക്ക് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ രോഗം മാറുമോ? ഈ ആൾ തന്നെ ചെന്നാലേ എന്താണ് രോഗമെന്ന് ഡോക്ടർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ രോഗം വരുന്ന ആൾ തന്നെ വേണം മരുന്ന് അന്വേഷിച്ച് കണ്ടെത്തി ആ മരുന്ന് കഴിക്കാനായി. എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനുള്ള ഒരു മരുന്നാണ് ഏത്? നാമജപം എന്ന മരുന്ന്. ബാക്കിയുള്ള മരുന്ന് എല്ലാവർക്കും പറ്റില്ല. ചിലപ്പോൾ ഷുഗറിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് പ്രഷർ കൂട്ടും അല്ലെ, പ്രഷറിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂട്ടും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ബാധിക്കും അല്ലേ ചില മരുന്നുകൾ. പക്ഷേ ഏത് രോഗിക്കും ജപിക്കാവുന്ന കഴിക്കാവുന്ന മരുന്നാണ് ആ അമ്മേ നാരായണ എന്നുള്ള മാർഗം. ആ ഒരു നാമം എത്ര കാലം കഴിഞ്ഞാലും, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയാലും വയസ്സായ ആൾക്കാരും വയ്യാണ്ട കിടക്കുമ്പോൾ ഇടയ്ക്ക് വിളിക്കുക അമ്മേന്നാണ്. അവരവരുടെ അമ്മയാണ് വിളിക്കണത്. അവരുടെ അമ്മ വരാൻ പോകുന്നില്ല. ആരെയാണ് വിളിക്കണത്? ഈ കടാമ്പുഴ ഭഗവതിയെയാണ് വിളിക്കണത്. ഭഗവതിയുടെ നാമം ചൊല്ലിക്കോളൂ. ഹനുമാൻ സ്വാമിയും തൻ്റെ അമ്മയെ കാണാനായിട്ടുള്ള യാത്രയാണ്. ശ്രീരാമൻ പത്നിയെ അന്വേഷിച്ചാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി തൻ്റെ അമ്മയെ കാണാനായിട്ട്. ഹനുമാൻ കണ്ടിട്ടില്ല സീതയെ, സീതാദേവി മുമ്പ് കണ്ടിട്ടില്ല. ശ്രീരാമനെ പിന്നെയും കണ്ടതായിട്ട് പറയുന്നുണ്ട് ചില രാമായണങ്ങളിൽ. കുട്ടിക്കാലത്ത് ഹനുമാനും ശ്രീരാമനും ഒക്കെ ആയിട്ട് കുട്ടിക്കാലത്ത് കണ്ടതായിട്ട് ചില രാമായണങ്ങളിൽ, അധ്യാത്മരാമായണത്തിലെ കിളിപ്പാട്ടിൽ കാണില്ലെങ്കിലും ചില രാമായണങ്ങളിൽ കണ്ടിട്ടുണ്ട്. സീതാദേവിയെ കണ്ടിട്ടില്ല. തൻ്റെ അമ്മയെ കാണാനായിട്ട് ആദ്യമായിട്ട് കടാമ്പൂർ അമ്മയെ കാണാൻ വരുന്ന ഒരു കുട്ടിയുടെ മനസ്സ് ആണ് ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയെ കാണാൻ പോകുമ്പോൾ. എങ്ങനെ? അമ്മയുടെ കഥകളൊക്കെ കേട്ടിട്ട്. അമ്മ ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ അത്ര താഴെ പോയിരിക്കണത്? എൻ്റെ ഭർത്താവ് കുറച്ച് അപ്പുറത്ത് വിട്ടിരിക്കണത്? എന്താണ് ഈ ഒരു കടാമ്പുഴ എന്ന പേരുണ്ടാവാനായിട്ടുള്ള ഒരു കാരണം? കാടും പുഴയൊന്നും കാണാനില്ലല്ലോ ഇവിടെ. കാടും പുഴയൊന്നുമല്ല, കാടൻ നമ്പ ചെയ്തുണ്ടായ അഴയാണ് എന്നും, പിന്നെ മുമ്പിലിരിക്കുന്ന ഒരു തറയില് അമ്മയിരിക്കുന്ന സാന്നിധ്യത്തെക്കാൾ ഉയർന്നതായിട്ടുള്ള തറയില് ശ്രീചക്ര സാന്നിധ്യമാണ് ഒറ്റക്കല്ലുള്ളതെന്നും, ഇങ്ങനെയുള്ള കഥകൾ ഓരോന്നും മനസ്സിലാക്കിയിട്ട് അമ്മയെ തൊഴാൻ വരുന്ന ഒരു കുട്ടിയുടെ മനസ്സ് അല്ലേ. എത്ര കുട്ടികൾക്ക് അമ്മയുടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്ര കുട്ടികൾ
കഥകൾക്ക് നമുക്ക് കടാമ്മയുടെ കഥ അറിയാം. സ്വാമി സീതാദേവിയുടെ കഥകളെല്ലാം മനസ്സിലാക്കി സീതയെ അന്വേഷിക്കാനായിട്ട് പോണത്. അനവധി വാനരന്മാർ 4 ദിക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിലും തെക്കോട്ട് പോയ വിഭാഗത്തിൽ ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ ശ്രീരാമനാ മുദ്രമോതിരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായി കണ്ടാമേ അല്ലെങ്കിൽ ആ പ്രായമുള്ള ആളാണ് ജാമ്പവാനെ ഏൽപ്പിക്കണ്ടേ. ബ്രഹ്മാവിനാണ് ജാമ്പവാൻ. ഭഗവാനിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി. ആ ബ്രഹ്മാവ് ഭാഗത്തേക്ക് നോക്കി 4 തലയുണ്ടായി. തമിഴിലൂടെ പോയി ബ്രഹ്മാവിന് ഒരു ഭയം വന്നത് ിക്കുമ്പോഴാവും കൂട്ടുവായ വരിക. പേടിക്കേണ്ടത് ബ്രഹ്മാവിനും വന്നത് തന്നെയാണ്. ബ്രഹ്മാവിന് ആ ഒരു കൂട്ടുവായ വന്നപ്പോ ജൃംഭണം വന്നപ്പോ ബ്രഹ്മാവിമായ പുറത്തേക്കൊണ്ട് ബ്രഹ്മാവിന് താനാരാണെന്ന് അടുത്ത കാലത്താണ്. അതുകൊണ്ട് ജാതകം നോക്കിയാൽ പറഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള തന്റെ കർമ്മങ്ങൾ നിശ്ചയിക്കുന്ന ആളുകൾ തന്നെ അറിയാത്ത കാലത്ത് ഉണ്ടായാണ് ജാമ്പവാൻ. ജാമ്പവാൻ ശ്രീകാന്തത്തിന്റെ ചില പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് ജാമ്പവാനെ പ്രാർത്ഥിച്ചാൽ മതി. കാരണം ജാമ്പവാനെ പോലെ ചരിത്രം അറിയുന്ന ആള് വരില്ല. പഴക്കമുള്ള ബൃഹസ്പതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ ആളാണ് ജാമ്പവാൻ. അങ്ങനെയുള്ള ജാമ്പവാന്റെ കയ്യിലല്ലേ രത്നം മോതിരേൽപ്പിക്കേണ്ടത്. ശ്രീരാമേന്ദ്രൻ ഹനുമാന്റെ അടുത്താണ്. ആ ഹനുമാൻ കയ്യുടെ മോതിരയെ കുറിച്ച് മോതിരം ഭദ്രമായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും ശ്രദ്ധിച്ചില്ല. ആരാണ് പറഞ്ഞതനുസരിച്ച് ലങ്കയില് അശോകരിയില് കടക്കണം 100 യോജന ദൂരം. 100 യോജന ദൂരം എന്ന് പറഞ്ഞാൽ ഗോകർണം വരെയുള്ളതുണ്ട്. പരശുരാമ കേരളത്തിന്റെ ഗോകർണത്ത് കടൽ തീരം മുതൽ കന്യാകുമാരി സമുദ്രത്തിന്റെ ആ ഒരു മുനമ്പ് വരെയുണ്ട് കേരളം. അത് 100 യോജനയാണ്. ആ ഒരു 100 യോജന ദൂരം ആര് ചാടണം എന്ന് ചിന്തിച്ചപ്പോ 10 യോജന 20 യോജന കേട്ടതാണല്ലോ. 100 യോജന അങ്ങോട്ട് പോയാൽ മതി, തിരിച്ചിങ്ങോട്ട് വരണ്ടേ. നിവത് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകണ്ടേ? വേണ്ടട്ടോ, ഞാൻ വീട്ടിൽ അങ്ങനെ ഇറങ്ങിയതല്ലോ. പക്ഷേ
ശ്രീരാമനെ ഓണെങ്കിലും പ്രയാസമൊന്നുമില്ല. അത് പണ്ട് സംശയിക്കേണ്ടത് ചാടാനുള്ള ഹനുമാൻ ഇല്ല. ഹനുമാൻ ഈ മരങ്ങൾ ഒരു മരത്തും അർത്ഥം ചാടാന്നല്ലാണ്ട് എനിക്ക് പിന്നെ എന്താ ശക്തിയുള്ളത്? ഇവിടെയാണ് ഭഗവാന്റെ വാക്കുകള് മനോജം മാരുല്യം ബുദ്ധിമതാം വരിഷ്ടം വാനരയൂഥമുഖ്യം ലോകം മുഴുവൻ ശരീരത്തിൽ ഭക്തിയുടെ കാര്യത്തിൽ ഹനുമാൻ നിന്നെ നമസ്കരിക്കുകയാണ് ചെയ്യുക. ഇല്ലാത്ത ആളല്ലേ? ഇവിടെ ഒരു ഗുരുനാഥന്റെ സമയാണ് ചെയ്യുന്നത്. വായിക്കാനും ഒക്കെ പറ്റുന്ന ചിന്ത ആ കുട്ടികളില്ല. പക്ഷെ ആ കുട്ടി കഴിവുണ്ട്. ആ കഴിവിനെ ഗുരുനാഥന്മാര് ഉണർത്തിക്കൊണ്ട് അക്ഷരം എഴുതാൻ കൈപിടിച്ച് എഴുതിക്കണോ ഹരി, അച്ഛൻ എഴുതിക്കണോ, അല്ലെങ്കിൽ ആശാന്മാർ എഴുതിക്കണോ ഹരിയെ ആരാധിക്കൂ, അതുവഴി ശ്രീതാവും തന്നെ പറഞ്ഞുകൊണ്ട കഴിക്കണത് ഹരി എന്നാണ്. ഹരിയെ ആരാധിക്കൂ, ശ്രീ ഉണ്ടാവും. അതിനുവേണ്ടി എന്ത് വേണം? പ്രവർത്തിക്കണം. പ്രവർത്തി എങ്ങനെ തുടങ്ങണം? ഗണപതിയെ അനുസരിച്ചുകൊണ്ട് വേണം. അപ്പോ ഈ ഗണപതിയെ അതുവഴി ശ്രീ എന്ന ഇതിനെയാണ് ഞാൻ കാശി വന്നോളാം. കർമ്മണ്യേവാധികാര്യസ്തേ മാ ഫലേഷു കഥാചന. പണിയെടുക്കുന്നതിനുള്ള ഫലം എത്രയാണ് നീ തീരുമാനിക്കേണ്ട, ഞാനാണ് ഫലം തരുന്ന ആള്. അല്ലെങ്കിൽ വിചാരിച്ചില്ല എന്ന് വരും. കുറച്ച് പണിയെടുക്കാനൊക്കെ ലഭിച്ചു. ഇവിടുന്ന് കിട്ടുന്ന ഞാൻ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കർമ്മം ചെയ്തുകൊണ്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം എത്രയാണ് പണി പറഞ്ഞു പിന്നാലെ ഉണ്ടാവും. അനുസരിച്ചുള്ള ഫലം ഞാൻ തന്നോളാം. അതെന്താണ്? സൽമാണെങ്കിൽ ദുഷ്കർമ്മമാണെങ്കിൽ ദുഷ്ഫലം. നല്ല മാങ്ങ നോക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കയ്യിലെ വിരലൊക്കെ വായില് ഇട്ട് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവും. നോക്കിയിട്ടാണെങ്കിലോ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഭാവന നമ്മൾ അനുഭവിക്കുന്നത്. അത് സകലമാണെങ്കിൽ സകലം അനുഭവിക്കും, ദുഷ്ടമാണെങ്കിൽ ദുഷ്ഫലം അനുഭവിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലേക്കും ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ പറയുന്ന വാക്ക് കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിന്ത കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദുഷ്ടമാണ്. നമ്മളിവിടെ കഥ ചോദിക്കുക, കഥ ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കുക, അത് സൽക്കർമ്മമാണ്. കാരണം എന്താ? ആ കഥ കേൾക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് വർത്താനം പറയുകയാണെന്നുണ്ടെങ്കിലോ
പറയുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കേൾക്കുന്നവരാ ബുദ്ധിമുട്ട്. അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇങ്ങനെ ചിന്ത ഉണ്ടാക്കിയാൽ മതി. അതിന് ഓട്ടൂര് ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. അന്യന്മാർക്ക് ഗുണം വരാൻ ഇടവിടാതെ എന്തെങ്കിലും ചെയ്യണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ അന്യന്മാർക്ക് എന്തെങ്കിലും ഗുണം വരാണോ എന്റെ കർമ്മം, എനിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് വലിയ പുണ്യൊന്നുമില്ല. അവനവന് മറ്റുള്ളവർക്ക് കൂടി ആവുമെന്നുണ്ടെങ്കിൽ ധാരാളം. കാരണം അവനവന് മാത്രമല്ല മറ്റുള്ളവർക്കും ഗുണമാണ്. ഇനി ചെയ്യുക. ഒരു മറ്റുള്ള വിഷമുണ്ടാക്കണ ചിന്തകൾ പാടില്ല. ഇതിനെ പറ്റിയൊരു മാർഗമാണ് നാമജപം. നാമജപം എവിടെ ഇരിക്കുമ്പോഴും നാമം ജപിക്കാം. അതുകൊണ്ട് നാമം ജപിക്കുന്ന നാമം കേൾക്കുന്ന ആൾക്കും ഗുണം. ഇവിടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് മാത്രം കേൾക്കാനാണെന്നുണ്ടെങ്കിൽ പല ഭഗവാന്റെ കഥ അവരുടെ കർമ്മങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കച്ചവടക്കാർ കച്ചവടം ചെയ്യാൻ പറ്റുമോ? നാളികേരം വേണ്ടി ഓരോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ അവരുടെ കർമ്മങ്ങളുടെ ഈശാനെ അവസരം ഒരുക്കുക. കൊണ്ടുവന്ന് അവരുടെ ഭഗവത് കഥകളെ രാമായണത്തെ അപ്പൊ വ്യത്യസ്തമായ ഭാഗങ്ങള് ഇവിടെ സുന്ദരകാരൻ ഹനുമാൻ സ്വാമിയാണ്. സകല ശുക വിമല എത്ര ഭംഗിയായിട്ടാണ്. ആ രീതിക്ക് തന്നെ വ്യത്യാസമുണ്ട് ആ സുന്ദരകാണ്ഡ രചനയ്ക്ക്. അവയും ഹൈശ്രീകണവേ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാണ്ഡങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. ഹരി ശ്രീമദ് രാമായണി ഉമാമഹേശ്വരി എന്ന് പറഞ്ഞാൽ ഓരോ കാണ്ഡങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പൊ ഈ രാമായണ കഥ പറയുന്ന എഴുത്തച്ഛനോ അല്ലെങ്കിൽ അധ്യാത്മ വിദ്യാഭ്യാസമോ അതല്ല, രാമായണം പാടും പാർവതി കല്യാണത്തിന് പോലും പാർവതി ഗണത്തിൽ എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതിന് മുമ്പ് തന്നെ ഗണപതിക്ക് അപ്പോഴൊക്കെ നിവേദിച്ചിട്ടാണ് മുമ്പ് തന്നെയുണ്ട്. ആനയുടെ മുറിക്കുന്നത് നമ്മൾ ചിലപ്പോ അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതെ, പക്ഷെ നമ്മളവിടെ എത്തുമ്പോഴേക്കും വഴി മാറിയിട്ടുണ്ടാവും. ആരാ മാറ്റണത്? ഗണപതി തുമ്പിക്കൈയോട് മാറ്റി പോകാൻ വേണ്ടി തടസ്സം ഉണ്ടാക്കുന്നവരൊക്കെ പിടിച്ച് മാറ്റിക്കോളും. സമുദ്രലംഘനം എന്നുള്ളത് കർമ്മമാണ് ആരംഭിക്കുന്നത്. ലവണ ജലനിധി കേന്ദ്രം അതിന് കഴിവ് എന്നെ സംബന്ധിച്ച് വളരെ ചെറുതാണ്. സൂര്യൻ ചൂട് കൊടുക്കുമ്പോഴും നമ്മൾക്ക് ആ ചൂട് ചിലപ്പോ സഹിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള സൂര്യനെ വെച്ച് കഴിഞ്ഞാൽ അതിനെ 100
ചൂടുണ്ടാവും. തളർച്ചകളാണെങ്കിൽ ആ ചൂട് നമുക്ക് കഴിക്കുക അങ്ങനെയാണ് ഈ ലോകത്തിന് മുഴുവൻ കൊടുക്കുന്ന പിന്നെ വരുണൻ വെള്ളത്തിൽ മുങ്ങി മരിക്കില്ല, ഭൂമിയെ ബാധിക്കില്ല. ചാടുന്ന സമയത്ത് നമ്മളൊക്കെ വീഴാൻ പ്രയാസവുമില്ല. ഏറ്റാലും അത് കഴിഞ്ഞു പോയിക്കൊള്ളും. കെട്ടാൻ പറ്റില്ല, ബന്ധപ്പെടാൻ പറ്റില്ല. അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള കഴിവുകളെ കാണിക്കുമ്പോഴാണ് അതിനു വേണ്ടി ശ്രമിക്കുന്നത്. വീട്ടില് രാമായണിക്കുന്നത് കണ്ട് പോയെടുത്ത് മറ്റൊരു വായിക്കണത് കേട്ടിട്ട് മോഹൻ ചെറുതായിട്ട് മറ്റുള്ളവർ വായിക്കണത് കേൾക്കുമ്പോ വായിക്കണ്ടോ എനിക്ക് ശ്രമിക്കാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മള് രാമായണ വാങ്ങാനും വായിക്കാൻ പതുക്കെ ശ്രമിച്ചതാണ്. അപ്പോ അറിവുള്ളവര് നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി പറഞ്ഞു അതിന് വേണ്ട പ്രോത്സാഹനം തരും. അവരാണ് ഗുരുനാഥന്മാര്. ശക്തിയെ കുറിച്ച് ഓർമ്മിച്ചു. ഹനുമാൻ ഞാനങ്ങോട്ട് ചാടിയിട്ട് രാവണനെയൊക്കെ നിഗ്രഹിച്ച് ലങ്കയെ തകർത്ത് എന്നാണ് പറഞ്ഞത്. ജമ്പോ വേണ്ടെന്ന് പറഞ്ഞു. സീതാദേവിയെ രക്ഷിച്ചുകൊണ്ട് ഹനുമാൻ പറ്റായല്ല. പക്ഷേ അത് രാമന് കാരണം സീതാദേവിയെ ആ സീതയെ രാമൻ എടുക്കുമ്പോഴാണ് രാവണനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനി രാമന്റെ രാവണനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് രാവണന്റെ പുത്രന്മാരെയൊക്കെ കൊല്ലണം. ഒരു രാവണന്റെ ഒരു മകനെ നീ കൊന്നു പറഞ്ഞു. രാവണന്റെ ഒരു മകൻ മൂത്തമ്മനെ കൊല്ലാൻ പറ്റില്ല. അത് ശ്രീരാമനെ കൊണ്ടോ ഹനുമാനെ കൊണ്ടോ സുഗ്രീവനെ കൊണ്ടോ ജാമ്പവാനെ കൊണ്ടോ ഒന്നും കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ കൊല്ലാൻ ഇതിനെ കൊല്ലാണ്ട് രാവണനെ കൊല്ലാൻ പറ്റുമോ? അതില്ല. അതൊരു രാവണവധം കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യണ്ട. അന്വേഷണം സീത എവിടെയാണെന്ന് കണ്ടെത്താനാണ് രാമൻ പറഞ്ഞത്. നമ്മുടെ ഒരാൾ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ച കാര്യം എവിടെയാണെന്ന് കാണുക. ആ ശ്രീരാമൻ തന്ന മുദ്രപുരം കൊടുക്കുക, അടയാളവാക്കി പറയുക. സീതാദേവിയെ കണ്ടു എന്നുള്ളതിന് തിരിച്ചെന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരിക. അറിയിക്കത്തേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ ചാടാൻ പോവുകയാണ് എന്ന് പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു മനസ്സിലുറപ്പിച്ചുകൊണ്ട് ചാടി ഇതുമ്പോഴും ഇന്നും നാളുമായിട്ട് ഹനുമാന്റെ
ഹനുമാൻ ആ മഹേന്ദ്രഗിരിയിൽ നിന്ന് ചാടുന്നത് മുതൽ രാവണന്റെ സന്നിധിയിലെത്തി അവിടെ പറയുന്ന കാര്യങ്ങൾ രാവണന്റെ എന്തൊക്കെയാണ് പ്ലാനിങ് ആദ്യം രാമനാമം കൊടുത്ത ആളും ഹനുമാനായിട്ട് ദേവന്മാര് ഒരുങ്ങണം. ദേവന്മാരുടെ സംശയമൊന്നുമില്ല. ഈ ദേവന്മാര് കൊടുത്ത കുറെ ഈ അനുഗ്രഹം ഹനുമാനിൽ എങ്ങനെയാണ് ഫലിക്കുന്നത്? ആ അനുഗ്രഹം കാണുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തില് ദക്ഷന് ആ ശിവനെ തല വെച്ചപ്പോ ഭഗവാനെ ഈ ആടിന്റെ തല വെച്ചുകൊണ്ട് ഭഗവാനെ അപ്പൊ ആ ശബ്ദവുമായിട്ട് ഈശ്വരനെ ആരാധനായിട്ട് വേണം. അങ്ങനെയാണ് ആദ്യം 10,000 പുത്രന്മാരുണ്ടാവട്ടെ എന്ന് അവിടെ അവരുടെ മുമ്പിലെത്തി രാജിവെക്കാൻ ചെയ്ത് നേരെ ഭഗവാന്റെ ലോകത്തേക്കാണ് പോയത്. ലക്ഷം വീണ്ടും കുട്ടികളിപ്പോ 1000 പേര് ശബാശ്വന്മാര്, 1000 പേര് ഹരീശ്വന്മാര്, പിന്നീടുള്ള 1000 പേര് ശബാശ്വന്മാര്. അവരെയും തപസ്സിന് പറഞ്ഞു വെച്ചു. അവരെയും നാരദ മഹർഷി പല പല ചോദ്യം കണ്ടെത്തി തപസ്സിന് പോയി. അതിനുശേഷമാണ് പെൺകുട്ടിയെ സൃഷ്ടിച്ചു. ഈ 60 പെൺകുട്ടികളിൽ 28 പേരെ ചന്ദ്രൻ വിവാഹം കഴിച്ചു. ആ ചന്ദ്രന്റെ ഭാര്യമാര് 27 പേര്. ആരെങ്കിലും 20 പേരെ പോകണമെന്നുണ്ടെങ്കിൽ ചന്ദ്രന്റെ ഭാര്യ പേര് ഓർത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേരിന്റെ നാമം ചോദിച്ചു കഴിഞ്ഞാൽ 27 പഠിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ഭാര്യ 27 പേര്. 60 പെൺകുട്ടികളുടെ 10 പേരെ ബ്രഹ്മൻ വിവാഹം ചെയ്തു, 6 പേരെ ശാശ്വത വിവാഹം ചെയ്തു, 2 പേരെ സാക്ഷി വിവാഹം ചെയ്തു, അതിൽ 3 കശ്യപ വിവാഹം ചെയ്തു. കശ്യപരെ 13 ഭാര്യമാരിലാണ് ആദിതി പ്രവച തുടങ്ങിയവരൊക്കെ. അപ്പൊ അവിടെയാണ് സുരസ ആരാ? കശ്യപന്റെ ഭാര്യയാണ് പ്രജേസുകളുടെ മകനായ ദക്ഷന്റെ പുത്രിക. ഈ കശ്യപന്റെ 13 ഭാര്യമാരിൽ നിന്നാണ് ലോകത്ത് കാണുന്ന ആളുകൾ ഉണ്ടായത്. കശ്യപന്റെ ഭാര്യയായിട്ടുള്ള അതിഥിയിൽ നിന്ന് ആദിത്യന്മാര്, ദേവന്മാര്, ദിതിയിൽ നിന്ന് സർപ്പങ്ങളിൽ നിന്ന് ഗരുഡൻ പറവകള് ഒക്കെ ഉണ്ടായത്. ഇവിടെ പറഞ്ഞു വന്നത് കശ്യപന്റെ
ഭാര്യയും നാഗങ്ങളുടെ നാഗജനനിയും സുരഭ ചിന്തിക്കരുത്. കാരണം പല ആൾക്കാരും പല കാര്യങ്ങളല്ലേ ഇപ്പൊ ശ്രീരാമനെ ചിത്രീകരിക്കുന്ന പ്രഭാഷകന്മാരുണ്ട്. രണ്ട് കാര്യം ബാക്കി 24 ശ്ലോകമുണ്ട്. തല്ലി ഓടിക്കാന്നല്ലാണ്ട് രാമായണത്തിൽ ബാക്കി ഒന്നും അവർക്ക് അറിയില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ രാമാതൊരു അക്ഷരമില്ല. നാമം അങ്ങനെ തെറ്റായി ചെയ്ത്. കാരണം ഈശ്വരചിന്ത കൊണ്ട് നാടിന് നാട്ടുകാർക്ക് ഉണ്ടാവുന്നു എന്ന് വെച്ചിട്ട് രാവണൻ പിന്മുറക്കാരുണ്ട്. ഈ രാമന്റെ മുറക്കാരും ഇല്ലേ? നമ്മളതിൽ പെട്ടതല്ലേ, നാം ജപിക്കുന്നവരല്ലേ? സദ്ഗുണങ്ങളുടെ സമ്പത്ത് സമ്പത്താണ് സമാധാനം. അതിൽ ഇങ്ങനെ വേറെ സമ്പത്തുണ്ട് അതില്ല. ഈശ്വരനാളില്ല, സമാധാനമില്ലേ? സമാധാനം ഉണ്ടാവണമെന്നില്ലേ? ചിലപ്പോ കൊട്ടാരം ചെറിയ കുറ്റാലും ഉറങ്ങാൻ പറ്റിയാൽ മതി. ിട്ട് മാനസിക ഭ്രാന്തികളല്ല വേണ്ടത്, സമാധാനമായിട്ട് നോക്കാൻ വേണ്ടത്. ചിലർക്ക് വീടുകളിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? കഥ കേൾക്കാൻ വന്നിരിക്കും. അപ്പൊ സമാധാനം ഉണ്ടാവുന്ന സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കഥ കേൾക്കൊണ്ടോ യാതൊരു കുഴപ്പമില്ല. എന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിളിച്ചു വരുത്തുന്നതാണോ ഉറക്കത്തിന്? ഇത് ഉറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചു വരുത്തുന്നതാണോ? ആരും വിളിച്ചു വരുത്തുന്നതല്ല, ശരീരത്തിന്റെ സ്വഭാവമാണ്. ചിലപ്പോ നല്ല ഉറക്കീണാവും, ചിലപ്പോ ഒന്ന് ഉഷാറായി വരും. ചിലപ്പോ എന്തൊരു ശബ്ദം കേൾക്കും, പിന്നെ ഒന്നുമില്ല, പിന്നെ സുഖമായിട്ടിരിക്കില്ല അല്ലെ? അങ്ങനെ സമയത്തിന് മണിയടിക്കണത് കഴിക്കണത് മണിക്കൂറായില്ലേ? ഉണരും. അപ്പൊ ഈ ശബ്ദം കേട്ട ഉണരുക എന്നുള്ളതും ഇതിന് ശബ്ദം കേട്ട ഉണർന്നു മൊബൈലിൽ അലാറം കിടക്കാറുണ്ട്. അലാറം അടിച്ചിട്ടും അടിക്കുന്നവരില്ലേ? കഥ കേട്ടിന്ന് ഉറങ്ങുന്നവർ നമുക്ക് കഥ കേൾക്കില്ല. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ഓരോരുത്തർക്ക് ഓരോന്നാണ് കഴിവ്. നിങ്ങൾക്കുള്ള കഴിവ് എനിക്കുണ്ടാവില്ല. എനിക്ക് പറയാൻ പറ്റില്ല. വ്യത്യാസമുണ്ട്. വാഹനം ഓടിക്കാൻ കഴിവുള്ള ആൾക്കാർ പറ്റുന്നില്ല. ഞാൻ വേണമെന്നുണ്ടാ ഒരാളുടെ നിർദ്ദിക്കാനും തട്ടി കഴിഞ്ഞാൽ അയാളും തട്ടുകയാണ്, അയാളെ വേദനിപ്പിക്കാൻ പോവുകയാണ് എന്ന ചിന്തയോടുകൂടിയല്ല, അതും പറയാണ്ട് തട്ടി പോവുകയാണ്. ഇത് മറക്കൊരു കൈപ്പിഴ ജന്മസിദ്ധം.
എന്താണ് കൈപ്പിഴ? അതുപോലെ വർത്തമാനം പറയുമ്പോൾ നാവിൽ നിന്നും എന്തെങ്കിലും അബദ്ധം ചിലപ്പോൾ തെറ്റായിട്ട് വരിക ഉണ്ടാവും. കാരണം 32 പല്ലുകളിൽ ഒരു നാവല്ലേ. ഈ 32 പല്ലുകളുടെ കാടി കൊള്ളാണ്ട് എത്ര ശ്രദ്ധിച്ച് വേണമെന്നറിയോ നാവിൽ സഞ്ചരിക്കാൻ. പിന്നെ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അവനവന്റെ പല്ലാണ്, അടിച്ചു കൊഴിക്കാൻ പറ്റുമോ? മറ്റൊരാളുടെ വേണമെങ്കിൽ പല്ല് അടിച്ചു കൊഴിക്കാൻ പറ്റും. നമ്മുടെ പല്ല് തന്നെയാണ് നമ്മുടെ നാവിനെ വേദനിപ്പിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, സഹിച്ചുകൊള്ളുക. ശ്രദ്ധിച്ചിട്ട് വർത്തമാനം പറയണമെന്ന് പറഞ്ഞാൽ എന്താ? ദോഷം ഉണ്ടായിട്ടൊന്നുമല്ല, അവനവന്റെ നാവ് അവനവന്റെ പല്ല് കൊണ്ട് കടിക്കാണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോ നാവ് പറയേണ്ട അടിച്ചു പോകും. ഇവിടെ വന്നു ഈ വഴിക്ക് ആയാലും എന്റെ വായിൽ കയറണം. കണ്ടീവാനിനെ കവിവര പേടിയില്ലാണ്ട് ഈ വഴിക്ക് പോകുന്നവര് പേടി പോണവരെ ചില വാക്കുകളോ അതിന്റെ ആ പേരില്ലാണ്ട് നടത്തുന്നവരെ ഭക്ഷിക്കാനാണ് എന്നെ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ബ്രഹ്മാവ് പഠിച്ചതാണ്. വിധിവിഹിതം വിധിയാണ് അല്ലെ, ബ്രഹ്മാവിന്റെ നിശ്ചയമാണ്. അതുകൊണ്ട് എന്റെ ഭക്ഷണമായി മാറിക്കോളൂ എന്ന് പറയുക. ഒരു വിരോധമില്ല എന്ന് പറയുക. എനിക്ക് മറ്റൊരാളുടെ ഭക്ഷണമാവാൻ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മളെ ഒരാൾക്ക് ഭക്ഷണം പറ്റി കൊണ്ടു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ ഭക്ഷണമാവാം. പക്ഷേ കാലം പ്രതീക്ഷതേ അമ്മ കുറച്ച് കാലം കാത്തിരിക്കണം. രാമകാര്യാർത്ഥമായി പോകുന്നു. രാമന്റെ ആവശ്യം വേണ്ടി പോവുക. എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണെന്ന് വെച്ചാൽ എനിക്ക് അമ്മയുടെ വായിൽ കയറാൻ ഭക്ഷണമാവാൻ യാതൊരു മടിയില്ല. ഇത് ശ്രീരാമന്റെ ആവശ്യാർത്ഥം പോവുകയാണ്. അതുകൊണ്ട് മടിയോടെ കുറിച്ച് കഴിഞ്ഞാൽ പല കൃമികൾക്കും ഭക്ഷണമായിട്ട് ഇത് അമ്മയുടെ വായിലേക്ക് കയറാൻ എനിക്ക് മടിയില്ല. പോകുമ്പോ എന്നോട് അരുണ കാണണം. രാമന്റെ കാര്യം സാധിച്ചു വന്നതിന് ശേഷം സീതാദേവിയുണ്ട്. പിന്നെ അവിടെ നല്ലൊരു രാമായണം. ഈ രാമായണത്തിൽ ഒരുപാട് രാമായണം പറയുന്നുണ്ട്. നായകന്മാര് ഏത് ഗുണമേത്ത സ്വയംപ്രഭ കാണുന്നത് ആരാ ചോദിക്കുമ്പോ അവിടെ മറുപടി പറയുന്നുണ്ട്. രാമ കഥ മുഴുവൻ പറയുന്നുണ്ട്. ആ കോസല ദേശത്ത്, ദക്ഷിണ കോസല ദേശത്ത് അയോധ്യ എന്ന പട്ടണത്തെ തലസ്ഥാനമാക്കിയും കൊണ്ട് ദശരഥൻ എന്നൊരു രാജാവ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യമാര് 4 മക്കള് എന്ന് പറഞ്ഞ രാമായണ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. രാമായണം ചുരുക്കി 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 പറയുക. എത്രയോ തവണ രാമായണത്തിൽ കാണാം. ഈ സമ്പാദിയോട് രാമന്റെ കഥ പിതാവിന്റെ പേര് പറഞ്ഞാണ് സമ്പാദ്യ അപ്പൊ രാമായണം പറഞ്ഞു കൊടുക്കുക. രാമൻ കട്ടുപോയി തിരിച്ചു വന്ന് അമ്മയ്ക്ക് ഭക്ഷണമായിക്കോളാം എന്ന് അവൻ പറയാം. പക്ഷേ പറയാൻ വേറൊരു കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് പറയാൻ പോണ സമയത്ത് ആ പടി ഇറങ്ങുമ്പോൾ എന്ന നീളെങ്കിൽ അത് പാലിക്കാൻ വേണം. ഞാൻ വേണ്ട വിട്ടുകൊണ്ട് പോവാം. പക്ഷേ കാണുന്നെങ്കിലും
കുറച്ച് നാളികേരം കറക്കണം പറഞ്ഞാൽ പറ്റുമോ? ഞാൻ കടമ്പുള്ള ശ്രീകോവിലും മുട്ടറക്കണമെന്ന് പറഞ്ഞേ മുട്ടറക്കണം പറയാൻ പറ്റുമോ? ഗുരുവായൂരമ്പലത്തിൽ ശ്രീകോവിലും മുട്ടറന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഓരോ ദിക്കിലും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കുക തന്നെ വേണം. ചില ചെരുപ്പിട്ടുകൊണ്ട് കയറി പോവുക, ചില ഓഫീസുകൾ അവിടെ പുറത്തു വയ്ക്കാം. അവിടുത്തെ ഇവിടെ നിയമമാണ്. ഇതിലൂടെ ഭയമില്ലാതെ പോകുന്നവരെ അവിടെ ഹനുമാനും പറയാൻ സാധിച്ചു തനിക്ക് ഭയമില്ല എന്നുള്ളത്. അനുകരിച്ചിട്ട് എന്നെ വെറുതെ ഭക്ഷണം മാത്രമേ സുരക്ഷിക്കൂ. കാരണം ഭയരഹിത ഇതുവഴി പോകുന്നവരെന്ന് പറഞ്ഞിട്ട് പേടിയില്ലാണ്ട് പോകുന്നവരെ ഭക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പേടി ഇല്ല ഹനുമാന. ഭക്ഷണം പേടിയൊന്നുമില്ല. പോയി വന്നിട്ട് പോരാ. അപ്പൊ വായ തുറക്കാൻ പറഞ്ഞു ഉത്തരേ. ശരി, തുറന്നു. ആ സമയത്ത് ഹനുമാൻ തന്റെ 20 യോജനയോളം സുരസ വായ വലുതാക്കിയപ്പോ ഹനുമാൻ തന്റെ രൂപത്തെ വളരെ ചെറുതാക്കി ഒരു ചെറിയ ചെറുതാക്കിയിട്ട് ആളുകൾ അമ്മയുടെ വായയിൽ പ്രവേശിക്കാൻ ഹനുമാന്റെ വേദത്തിൽ സുരക്ഷയുടെ വായയിൽ അങ്ങോട്ട് കയറി ആ കണ്ണത്തിന്റെ അടുത്ത് തിരിച്ചു വന്നു. ഹനുമാൻ പുറത്ത് എത്തിയിട്ടുണ്ട്. മനോജവം മാരുതവേഗം. ആ ഹനുമാന്റെ വായ വെച്ചിട്ടുണ്ട്. ആ വായ അടയ്ക്കാൻ സമയമുണ്ടല്ലോ. ആ സമയമുണ്ട്. അത് പുറത്തേക്ക് വന്ന് വായ കയറി അല്ലേ? ഇറങ്ങാൻ പാടില്ല എന്നില്ല, അതിൽ കയറണമെന്നേ പറഞ്ഞുള്ളൂ. അമ്മയുടെ വായക്ക് വന്നു. വായ എടുത്ത് നോക്കുമ്പോ ഹനുമാന്റെ മഹത്വം ബുദ്ധിവൈഭവം മനസ്സിലാക്കിയിട്ട് മുരുതര തപോബൽ അമ്മയുടെ വായന്ന് പുറത്തേക്ക് വന്നിട്ട് സുരസയുടെ വായ പുറത്തേക്ക് പറയുകയാണ്. സുരസ അനുഗ്രഹിക്കുക. നീ വലഭാവൃത്താന്തമുള്ള നമ്മുധ അറിയിക്ക. പരീക്ഷയിൽ എല്ലാം അധ്യാപകർ ഒരു വിധം മുഴുവൻ മാർക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയില് നല്ല ജയം നേടുകയില്ലോ. ഇവിടെ നടത്തിയ പരീക്ഷയാണ്. ആ സുരാപരീക്ഷയില് 100 എന്ന് പറഞ്ഞു. ആ ഒരു അനുഗ്രഹം ദേവന്മാരുടെ ആവില്ല. ബുദ്ധിക്കാൻ ആവില്ല. ഹനുമാന്റെ ബുദ്ധിയും ശക്തിയും സർവക്ഷേമമാണ്. ആ ഒരു മാർഗം കഴിഞ്ഞ് മുന്നോട്ട് ഹനുമാന്റെ ഈ രംഗവുമായിട്ട് ചിന്തിക്കുമ്പോ നമ്മുടെ
ജീവിതത്തിലും മടി പിടിച്ചിരിക്കുന്ന നമ്മളെ ആരെങ്കിലും പറഞ്ഞ് ഉത്ബോധിപ്പിച്ച് ഒരു കർമ്മത്തിന് പ്രേരിപ്പിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമത്. രാമായണം ഭാഗവതം വായിക്കുകയാണെങ്കിലോ വായിച്ചോളൂ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നോക്കിയിട്ടൊന്നും മനസ്സിലാവില്ല, എനിക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവില്ല. വീണ്ടും 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 നോക്കും. മനസ്സിലാവെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് നമ്മൾ രാമായണം വാങ്ങി കുശല നേരാണോ വായി പറ്റും? ആദ്യം വായിക്കുന്ന ഒരാൾക്ക് ഇല്ല. ഇത് തന്നെയാണ് സുരസം മുമ്പിൽ വരിക പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മുമ്പിൽ വിമല വായിച്ച് ഇതൊരു ഭംഗിയാണ്. ഞാൻ വന്നിറങ്ങിയപ്പോ അല്ലെ പലരും ഇവിടെ വായിക്കുന്നത് കേട്ടു. വായിക്കണത് ഒരു 9 അവിടെ അമ്മയൊക്കെ തൊഴുത് ഭക്ഷണം കഴിച്ച് 10 മണിയാകുമ്പോഴേക്കും വന്നാൽ മതിയില്ലോ എന്ന് വെച്ചാൽ അവിടെ അമ്മയെ സമയത്തും അത് കേൾക്കാണ്ട് വായന അല്ലേ. അവിടെ ഭഗവതിക്കും കേൾക്കാണ്ട് ഈ മൈക്ക് വഴി അവിടെ ഭഗവതിക്കുന്നത് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മള് മൈക്ക് ശരി കേൾക്കണ്ട വായന കേട്ട് ദേവിയും അവിടെ പോലെ സമയമായിരുന്നു. ആ പൂവ് അങ്ങനെ ദേവി സ്വീകരിക്കുമ്പോഴും അവിടുന്ന് രാമായണം കേട്ടുകൊണ്ടാണ്. ആ വായിച്ച ഒരാളുടെ ഭാഗ്യം ആലോചിച്ചു നോക്കൂ. ദേവിക്ക് മേശാന്തിയുടെ മന്ത്രങ്ങളെ കൊണ്ട് പൂമൂടുമ്പോ ഇവിടെ നിന്നിട്ട് ദേവിക്ക് രാമായണം കേൾപ്പിച്ചു കൊടുക്കുക. ഭാഗ്യത എങ്ങനെ സാധിച്ചു? ഇന്ന് ആദ്യമായിട്ട് പുസ്തകത്ത് വായിക്കുകയാണോ? അല്ല, പലതവണ വായിച്ച് 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 ഇതൊന്നും എന്നെ കൊണ്ട് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചിലപ്പോ പിന്മാറാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുക തന്നെ. വായിച്ച് വായിച്ച് പിന്നെ കഥയമമ കഥകൾ അതിസാഗരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വരാന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു രസം തോന്നും അല്ലേ. എനിക്ക് അത്യാവശ്യമൊക്കെ വായിക്കാറായിട്ടുണ്ട്. വലിയ രീതിയൊന്നുമില്ല, ഗാനാത്മകമൊന്നും അല്ലാന്നുണ്ടെങ്കിലും അക്ഷരം തെറ്റാണ്ട് വായിക്കാറായിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു തോന്നല് നമുക്കുണ്ടാവില്ലേ. അത് തന്നെയാണ് തൃപ്തി. എന്തേ കാരണം? മുമ്പിൽ സുരസ വായ തുറന്നിരിക്കുന്നത് പോലെ രാമായണം വായിക്കൂന്ന് ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കുമ്പോൾ രാമായണം വാങ്ങി വായിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വായിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭ്രമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ സുരസ മുമ്പിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക്. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതെ മുമ്പിൽ തടസ്സം ഉണ്ടാവും. കഥ കേട്ടിട്ടില്ലേ? പാലാഴി മഥനം എന്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു? കിട്ടിയത് മരണം അമൃതിന് വേണ്ടി പരിശ്രമിച്ചിട്ട് ആദ്യം തന്നെ കിട്ടിയത് നിർത്തി. ബാക്കിയുള്ള ഓരോന്ന് കിട്ടുമോ? അവസാനം അമൃത് കിട്ടുമോ? അപ്പൊ ഇത് കർമ്മത്തെ ഓർക്കുമ്പോഴും ആദ്യം ഇതുണ്ടാവും, തടസ്സമുണ്ടാവും. ആ തടസ്സം നല്ലതാണ്. നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഓ ഇറങ്ങിയപ്പോഴേ തടസ്സമാണ്. അതുകൊണ്ട് അങ്ങനെയല്ല, നല്ല ഇറങ്ങി പോകപ്പെട്ട് ആദ്യം തന്നെ തടസ്സം ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ ഇറങ്ങി വിചാരിച്ചോളൂ. അയ്യോ ഞാൻ മൊബൈലിന്റെ ചാർജറ് മറന്നു. ഇന്നിപ്പോ എല്ലാവരും മറക്കണ സാധനമാണ്. ഭാഗവതം മറന്നു കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. മൊബൈലിന്റെ ചാർജറില്ലെങ്കിൽ ഒന്നും പറ്റില്ല. മൊബൈലിനെടുത്തില്ലാച്ചാലോ ഇറങ്ങി പോയി അങ്ങനെ ഇറങ്ങി പുറപ്പെടുക. അങ്ങനെയാണോ ആൾക്കാർ പറഞ്ഞത്? അങ്ങനെയല്ല. ഭാഗവതം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. രാമായണം പറഞ്ഞതാണോ കേൾക്കേണ്ടത്? രാമായണം ഭാഗവതം പറഞ്ഞതാണോ കേൾക്കേണ്ടത്? ഇവർ എന്ത് കണ്ടിട്ടാ തിരിച്ചു കയറിയാൽ നല്ലതല്ല എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാവണില്ല. ഒരു ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി. ഓഫീസിലെത്തിയിട്ട് ഓരോ പേപ്പറുകളും കൊടുത്തു കഴിഞ്ഞ് ഓരോന്നും കൊടുത്തു കഴിഞ്ഞ് അവസാനം അവർ ചോദിക്കുക നിങ്ങളുടെ ആധാർ കാർഡ് തരുമെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ആധാർ എടുത്തിട്ടില്ല. ഈ അവസാന നിമിഷത്തിൽ ഓർമ്മ വരുന്നതാണോ നല്ലത്? അതോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആധാരം എടുത്തിട്ട് പോവാട്ടോ
എന്ന് വിചാരിച്ച് പോണതാണോ നല്ലത്? ചിന്തിച്ചാൽ മതി, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മതി. എല്ലാ പേപ്പറുകളും ശരിയാക്കി ഇനി ആധാരം കൂടിയാണ് കൊടുത്താൽ നമ്മുടെ കാര്യം ഓക്കെ ആയി. പക്ഷെ ആ സമയത്താണ് വീട്ടിൽ ആധാരം ഇരിക്കുന്നത്. അപ്പോൾ ഓർത്തിട്ട് കാര്യമുണ്ടോ? പിന്നെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ 5 മണി കഴിഞ്ഞ് ഓഫീസ് അടച്ചിട്ടുണ്ടാവും. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേഗം കയറി ആധാരം എടുത്തു വെച്ചാൽ ഓഫീസിൽ എല്ലാം നല്ലത് മതി. വിശ്വസിക്കരുത്, ചിന്തിച്ചിട്ട് വിശ്വസിക്കുക. കാളകൂട വിഷം കിട്ടിയത് എന്നിട്ട് പിന്നെ മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയാണ് കിട്ടിയത്. ആ പാരായണം വീട്ടിൽ തോന്നല്ലേ? കിട്ടിയത് അപ്സരസ്ത്രീകളെ കിട്ടിയത്, മോഹിനി അവതാരം ഉണ്ടായത്, ഇതൊക്കെ അതിനുശേഷമല്ലേ? അപ്പൊ ഒരു തടസ്സം അതുകൊണ്ട് കടാമ്പുറമേ തൊടാൻ തോന്നില്ല എന്ന് വിചാരിക്കുക. അല്ലാണ്ട് വേണ്ടു മതി. മഴക്കാറുണ്ടെങ്കിൽ കുറെ എടുത്താൽ മതി. തൽക്കാലം നമ്മുടെ തലയിൽ നനയാണ്ട് കാലും അരവരെയൊക്കെ ചിലപ്പോൾ നനഞ്ഞു വരും. രക്ഷയ്ക്കവിടെ വഴി വഴി കണ്ടെത്തി. എന്താ അതിനെ പരീക്ഷ ആരാ തോറ്റത്? ഹനുമാൻ തോറ്റത്. ഹനുമാൻ എന്നെ വിഴുങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയോ പേടിക്കുകയോ വിചാരിച്ചു. പക്ഷേ രാമനാമത്തെ പ്രശ്നമുണ്ടാവില്ല എന്ന് രാമനാമത്തിന്റെ മഹത്വം കാണിച്ചിട്ടുണ്ട്. എത്ര വലിയ 50 വായ തുറന്ന് തടസ്സം നിൽക്കുകയാണെങ്കിലും സാധിക്കുമെന്ന് ഹനുമാൻ സ്വാമി കാണിച്ചു തന്നു. അപ്പൊ ദേവന്മാര് വേഗം കടലിലേക്ക് താന്നു പോയ ഒരു പർവ്വതമുണ്ട്, മൈനാ പർവ്വതം. ആ പർവ്വതം പറഞ്ഞു നിങ്ങൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടുകയാണ്. തുളസി ഏറ്റുമുട്ടി ക്ഷീണിച്ചിട്ടുണ്ടാവും. ഹനുമാൻ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മൈനാകപർവ്വതം ഒന്ന് ഉയർന്നു ചെല്ലു എന്ന് പറഞ്ഞു. പണ്ട് ശാപം കൊണ്ട് താന്നു പോയ മൈനാകപർവ്വതം പൊങ്ങി വന്നു. ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ കുറച്ചൊന്ന് വിശ്രമിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഹനുമാൻ പറഞ്ഞത്, അതേ ഹിമശിഖിരാതനയാനിഹാം അറിക കപീവര, നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. ഞാൻ ഹിമവാന്റെ പുത്രിയാണ്, അല്ലെ ഹിമവാന്റെ മകനാണ്, ഹിമാലയത്തിന്റെ ഒരു കഷ്ണമാണ് എന്നൊക്കെ പറയുക. അതിൽ ഹിമാലയത്തിന്റെ കഷ്ണം, ഹിമാലയത്തിൽ നടന്നു വന്നതൊന്നും വേണ്ട. ഹിമാലയം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു പർവ്വതം. മൈനാകം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പർവ്വതം, അല്ലെ ഒരു കുട്ടി പർവ്വതം വിചാരിച്ചാൽ മതി. ഞാൻ പർവ്വതങ്ങളിൽ പെട്ട മൈനാക പർവ്വതമാണ്. ഒന്ന് ഇരിക്കൂ, കുറച്ചേരം വിശ്രമിച്ചിട്ട് പോകുമെന്ന് പറയുക. തളർത്തി എടുത്തിട്ട് പൊക്കോളൂ, വെള്ളം കുടിച്ചിട്ട് പോവാം. അപ്പോഴാണ് ഹനുമാൻ സ്വാമി പറയണത്, അനുചിതമറിയുക, അനുചിതം എന്ന് അറിയൂ എന്ന് പറയുക. എന്താ? ഒരു കാര്യം ഏറ്റെടുത്താൽ ആ കാര്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ സുഖം നോക്കുന്നത് അനുചിതമാണ് എന്ന് പറയുക. കഥ കേട്ടാൽ മാത്രം പോലെ ഹനുമാൻ പറയുന്ന കാര്യങ്ങളിലെ തത്വം മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താൻ വരണം. ഹനുമാൻ രാമകാര്യത്തിന് ഏറ്റെടുത്ത് പോവുകയാണ്. ഞാൻ സീതയെ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കടൽ ചാടിയതാണ്. അപ്പൊ ആ കർമ്മം പൂർത്തിയാക്കുന്നതിന് മുമ്പതേ പോണ വഴിക്ക് അയാളുടെ കാര്യത്തിന് വേണ്ടി പോവുക. ആ വഴിക്ക് എന്റെയും കൂടി ഒരു കാര്യം നടത്തട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി അവിടെ വിശ്രമിക്കാനോ വഴി മാറിപ്പോവാനോ പാടില്ല. അനുചിതം. ഞാന് രഘുകുലത്തിലൊക്കെ കാര്യങ്ങൾ അമ്പോടു സാധിച്ചൊഴിഞ്ഞാൽ അരുതൊന്നുമേ. ആ രഘുകുലത്തിലകന്റെ കാര്യം സാധിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഒഴിഞ്ഞൊന്നും ഞാൻ ചെയ്യില്ല. വിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ആവശ്യമാണ്, അത് ഞാൻ ചെയ്യണില്ല. അപ്പൊ ശ്രീരാമകാര്യത്തിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് ഞാൻ ചെയ്യാം. വിശ്രമം എൻ്റെ കാര്യമാണ്, അത് ചെയ്യില്ല പറയുക.
പവനസുതനിവായുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. ആ പർവ്വതാധീശ്വരനെ ഒന്ന് തലോടി. തനിക്ക് ഉപകാരം ചെയ്യാനായിട്ട് വന്ന ഒരാളുടെ ഉപകാരത്തെ പതുക്കെ ഒന്ന് തലോടി. ഇത്ര നന്ദി പറഞ്ഞു. നോ താങ്ക്സ് എന്ന് പറയാറില്ലേ, അത് തന്നെ ഹനുമാനാണ് പറഞ്ഞത്. കുറച്ച് വിശ്രമിച്ചോളൂ പറഞ്ഞപ്പോൾ അത് വേണ്ട, എന്തായാലും വിശ്രമിച്ചോളൂ എന്ന് പറയാൻ തോന്നിയില്ല. അതിനൊരു താങ്ക്സ് മയ്യാകപർവ്വതത്തിനോട് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ അതാ അടുത്ത തടസ്സം വരണമെന്നാണ്. ആ ഛായാഗ്രാഹിണി മുകളിലൂടെ പറന്നു പോകുന്ന ആരായാലും അതിൻ്റെ നിഴലിനെ അല്ലെ, മുകളിൽ സൂര്യൻ ഉണ്ടാവുമ്പോൾ ഈ പറന്നു പോകുന്നവരുടെ നിഴല് ആ കടലിലെ വെള്ളത്തിൽ പതിക്കും. ആ നിഴല് പിടിച്ചു വലിച്ച് ആ ജീവിയെ ഭക്ഷിക്കുന്ന നിശാചരി അവിടെയുണ്ട്. ഛായാഗ്രാഹിണി പിടിച്ച് തിന്നാനായിട്ട് നോക്കുക. വലിയൊരു സുരസ അവിടെ വന്ന് ആ 50 യോജന വലുതാക്കിയിട്ട്, വായ വലുതാക്കിയിട്ട് അതിലേക്ക് വിഴുങ്ങാൻ പറ്റാത്ത ഹനുമാൻ സ്വാമിയെ ഒരു രാക്ഷസിക്ക് എവിടെ വിഴുങ്ങാനായിട്ട് സാധിക്കും? ഭഗവാൻ താഴേക്ക് നോക്കി. ധാര തന്നെ പിടിച്ചു വലിക്കണത്. നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൻ. സരിതദീപനുപരി പരിചോട് പോകുന്നവൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൽ. ആ സീതാദേവിയെ കാണാൻ വേണ്ടി ഇങ്ങനെ ലങ്കയിലേക്ക് ചാടുന്ന ഹനുമാന്റെ പെട്ടെന്നുള്ള ആ ഒരു ശക്തമായ പോക്കിന് ഒരു സ്റ്റോപ്പ്. പെട്ടെന്നത് നിന്നാ എന്താ ചെയ്യുക? വേഗം താഴേക്ക് നോക്കി. എന്താ നോക്കുമ്പോ അതുകൊഴുതു മമഗതി മുടക്കിയത് ആരെന്നിതന്തര പാർത്തു കീഴ്പോട്ട് നോക്കിയിടിനാൻ. ആരാ തന്റെ ആ നിഴല് പിടിച്ചു പിടിച്ചിരിക്കുന്നത്, പോവാൻ പറ്റാണ്ട് സമ്മതിക്കാണ്ടിരിക്കണത്? ഒരു സംശയം ഉണ്ടായിരുന്നില്ല അത്രേ. ഒരൊറ്റ അടി ഉണ്ടായിരുന്ന അതിവിപുലതര ഭയകരാംഗിയെ കണ്ടവൾ അംഘ്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ. വഴി മുടക്കാനായിട്ട് സുരസ വന്നത് പരീക്ഷിക്കാനാണ്. കുറെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നത്. എൻ്റെ വായിൽ കയറിക്കോളൂ, ഇതിൽ പോണവരൊക്കെ എൻ്റെ വായിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ചോദ്യപേപ്പറുമായിട്ടാണ് വന്നത്. അതിനൊക്കെ ഉത്തരം കൊടുത്തു. മൈനാകപർവ്വതം സഹായമായിട്ടാണ് വന്നത്. ഇത് പിടിച്ചു തിന്നാനാണ് വന്നിരിക്കുന്നത്. നോക്കൂ, ആ കടൽ ചാടുന്ന ഹനുമാന്റെ മുമ്പിൽ ത്രിഗുണങ്ങളാണ് പരീക്ഷണത്തിന് വന്നത്. രജോഗുണവുമായിട്ട് സുരസ പരീക്ഷണമായിട്ട് വന്നു. സത്വഗുണമായിട്ട് കുറച്ച് വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സത്വഗുണവുമായിട്ട് വൈനാകപർവ്വതം. ഇവിടെ തമോ ഗുണവുമായിട്ട് ആ നിശാചിനി വന്നിരിക്കണോ. നിഴലതു പിടിച്ചു നിർത്തിക്കൊണ്ടു തിന്നുന്ന നീരയാം സിംഹികയെ കൊന്നനന്തരം. ആ സിംഹിക തമോ ഗുണമാണ് അല്ലെ, കൊല്ലാനായിട്ട് നോക്കുക. സുരസ കൊല്ലാൻ നോക്കിയിട്ടില്ല അല്ലേ. എന്റെ വായിക്ക് കയറണം എന്ന് പറഞ്ഞ് പരീക്ഷ ഉണ്ടായിട്ടുള്ളൂ. പരീക്ഷ രജോഗുണമാണ്. കാരണം എന്താ, അത് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. ഇപ്പൊ രാമായണത്തിലെ കുറച്ച് ചോദ്യങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം. എനിക്ക് അറിയേണ്ട ചോദ്യമാണോ ചോദിക്കുക, അത് എനിക്കറിയാത്ത ചോദ്യമാണോ ചോദിക്കുക. ഇനി എന്നേക്കാൾ മുമ്പ് അപ്പുറത്തെ ആൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവള് കേമത്തിയാവില്ലേ, ഞാൻ മോശക്കാരത്തിയാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചിന്തകൾ വരട്ടെ. അതാണ് രജോഗുണം. വേണോ വേണ്ടോ, കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത. കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ് എന്ത്, സത്വഗുണം അല്ലെ. മൈനാകപർവ്വതം അവിടെ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശ്രമിക്കാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എത്ര നേരം വേണമെങ്കിലും ഹനുമാന് വിശ്രമിക്കാം. അവിടെ വെള്ളം കുടിക്കാനോ പഴങ്ങൾ കഴിക്കാനോ ഒക്കെ സൗകര്യമുണ്ട്. അത് സുഖം ലഭിക്കും. അത് സത്വഗുണം. ഇവിടെ കിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം പിടിച്ച് കൊന്നു തിന്നുന്നവളാണ് സിംഹിക. അതുകൊണ്ട് ദോഷത്തിലേക്ക് മാത്രം, ദുഃഖം മാത്രം തരുന്ന തമോ ഗുണം. ഈ 3 ഗുണങ്ങൾ നമ്മളിലേക്ക് വരും. ഈ 3 ഗുണങ്ങളെ കടന്നാലേ ആരെ എടുത്തിട്ടുള്ളൂ? ലങ്കാലക്ഷ്മിയുടെ എടുത്തിട്ടുള്ളൂ, ഐശ്വര്യത്തേക്കുള്ളൂ. ലങ്കാലക്ഷ്മിയെ മോക്ഷം കൊടുക്കുന്നതോടുകൂടിയാണ് ഹനുമാന്റെ ഒരു കടലിന്റെ അക്കരെ എത്തുന്നത്. അപ്പോൾ രജോഗുണമായിട്ട് സുരസ വന്നു. ആ രജോഗുണത്തെ ഹനുമാൻ തരണം ചെയ്തു. സത്വഗുണമായിട്ട് മൈനാകം വന്നു. ആ മൈനാകത്തിന്റെ സഹായത്തെ ഒന്ന് തലോടി സ്വീകരിച്ചില്ല അല്ലേ. അപ്പൊ രജോഗുണത്തെ ജയിച്ചു, സത്വഗുണത്തെ ഉപേക്ഷിച്ചു, വേണ്ടാന്ന് പറഞ്ഞ് തമോ ഗുണത്തെ ഇല്ലാണ്ടാക്കി. ആ സിംഹികയൊരൊറ്റ അടിക്ക് കൊല്ലാണ്ടായത് അവിടെ. ബാക്കി വെച്ചൊന്നുമില്ല. ഒരു വാക്കൊരു അക്ഷരം അങ്ങോട്ട് മിണ്ടിയിട്ടില്ല. മിണ്ടിയോ?
നമ്മുടെ മുമ്പിലും ജീവിതത്തിലെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും വരും. രജോ ഗുണം വന്നു കഴിഞ്ഞാൽ മത്സരം വേണ്ടി വരും, അവിടെ പ്രയത്നിച്ചുകൊള്ളുക. ഇപ്പൊ വാഹനം ഓടിക്കാനായിട്ട് കാർ ഓടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഗട്ടർ ഉണ്ടാവും റോഡില്. ഗട്ടർ ഉണ്ട് ചേട്ടാ അവിടെ നിർത്തിയാൽ റോഡ് നേരെയാക്കിയിട്ട് പോലുണ്ടാവുക. വേനൽക്കാലത്ത് റോഡിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം നേരെയാക്കില്ല, വെള്ളമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. മഴക്കാലമാകുമ്പോൾ മഴയത്ത് എങ്ങനെയാ നേരെയാക്കുക എന്ന് ചോദിച്ചിട്ട് രണ്ട് സമയത്തും നേരെയാവില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഗട്ടറിലൂടെ പതുക്കെ 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 ഓടിച്ചങ്ങട് വണ്ടിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പതുക്കെ പതുക്കെ ഓടിച്ചു പോവുക അല്ലേ. അതുകൊണ്ട് സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. നല്ല റോഡിലൂടെ പോണ സമയം അല്ല, കുറച്ച് അധികം സമയം എടുക്കും അല്ലേ രജോ ഗുണം അല്ലേ. ഇനി നല്ല റോഡാണ് എന്ന് വിചാരിച്ച് അധികം സ്പീഡിൽ വിട്ടാലും അപകടമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക? അവിടെ പതുക്കെ പോവുക. നല്ല റോഡാണെന്ന് വിചാരിച്ച് വേഗത കൂട്ടുമൊന്നും വേണ്ട, പതുക്കെ വിട്ടാൽ മതി, പതുക്കെ ഓടിച്ചാൽ മതി. ഈ തമോ ഗുണമാണ്, ആ വഴിക്ക് പോവുകയോ വേണ്ട. റോഡ് അടച്ചു എന്ന് ബോർഡ് കണ്ടാലോ അങ്ങനെ പോകാണ്ടിരിക്കുക. റോഡ് അടച്ചു ബോർഡൊക്കെ ഉണ്ട്, എന്നാലും പോയി നോക്കുക എന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ? വേറെ വഴി നോക്കുക. ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ കാര്യത്തിലും ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹബന്ധമായാലും ശരി, അച്ഛനും മക്കളുമായിട്ടുള്ള സ്നേഹബന്ധമായാലും ശരി, സഹോദരന്മാരുമായിട്ടുള്ള സ്നേഹബന്ധമായാലും ശരി, ജോലി സ്ഥലത്ത് സീനിയറും ജൂനിയറുമായിട്ടുള്ള ജോലി കാര്യങ്ങളായാലും ശരി, അവിടെയൊക്കെ എന്തുണ്ടാവും? ത്രിഗുണങ്ങളുണ്ടാവും. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാവും. സത്വഗുണത്തെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. വൈനാപർവ്വതത്തോട് ഹനുമാൻ കാണിച്ചതുപോലെ സന്തോഷത്തോടുകൂടി അങ്ങനെ സ്വീകരിച്ച് നിരസിക്കുക. പിന്നെ രജോ ഗുണത്തെ പരീക്ഷണങ്ങളെ ചില ഭാര്യ പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് ഭർത്താവിന് ഇഷ്ടമായിക്കോളണം എന്നില്ല. അപ്പൊ തിരിച്ച് അങ്ങോട്ട് പറയുക അങ്ങനെയല്ല വേണ്ടത് എന്ന രീതിയിലാണ് വേണ്ടത്. അല്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? മിനിഞ്ഞാന്ന് നീ പറഞ്ഞാൽ ഞാൻ കേട്ടില്ലേ, അതുകൊണ്ട് ഇന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കൂ. ഭാര്യ ശരിയിട്ട് മിനിഞ്ഞാന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അതൊന്ന് ഞാൻ കേൾക്കാം അല്ലേ. ഇങ്ങനെയുള്ള സംവാദങ്ങളിലൂടെ ജയിച്ചു പോകണം. അല്ലാണ്ട് നീ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കില്ല, ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോണം എന്ന് പറഞ്ഞിരുന്നാൽ ഡൈവേഴ്സിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടോളണം, അതിന് പകരം മറ്റേയാൾ പറഞ്ഞെങ്കിൽ അത് അങ്ങോട്ട് നിങ്ങളും വേണം അല്ലേ. സല്ലാപം. ഭാര്യ ഇങ്ങോട്ട് രണ്ട് പറഞ്ഞാൽ ഭർത്താവ് അങ്ങോട്ട് രണ്ട് പറഞ്ഞാൽ മൂന്ന് പറയരുത്. ഇങ്ങോട്ട് രണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് രണ്ട് പറയുക. ഇന്നലെ എനിക്ക് നീ 2 ദോശ ഉണ്ടാക്കി തന്നില്ലേ, അന്ന് ഞാൻ 2 ദോശ ഉണ്ടാക്കി തരാം. ഉണ്ടായി കൊടുത്തു. പക്ഷേ ഭർത്താവിന് 2 ദോശ കൊണ്ട് വിഷമം മാറില്ല. ഭർത്താവ് എനിക്ക് 2 ദോശയും കൂടി വേണം, സാരമില്ല, അതുകൊണ്ട് ഭാര്യ ഉണ്ടാക്കി കൊടുക്കില്ലേ? വാശിയുണ്ടോ അവിടെ? ഇന്നലെ 2 ദോശ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് 2 ഉണ്ടാക്കി തരുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്യും? അവിടെ അതൊന്നൊരു വിഷയമല്ല അല്ലേ. അതൊക്കെ രജോ ഗുണത്തിൽ അമൃതഗുണമൊക്കെ ഉണ്ടാവും. ചില പരീക്ഷയ്ക്ക് A ഗ്രേഡ് കിട്ടിയെന്ന് വരും, അടുത്ത പരീക്ഷയ്ക്ക് A+ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ചില പരീക്ഷയ്ക്ക് B+ ആയി എന്ന് വരും. എന്ന് വിചാരിച്ച് B+ കിട്ടി A+ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. B+ കിട്ടിയത് A+ വേണമെന്നാണ് പറഞ്ഞു. അമ്മ പറഞ്ഞു A+ ഇല്ലാണ്ട് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. എന്ന് വിചാരിച്ച് അമ്മ കയറ്റാണ്ടിരിക്കുക, വീട്ടിലേക്ക് കയറ്റാണ്ടിരിക്കുകയൊന്നുമില്ല, വെറുതെ പറയുക അമ്മ അല്ലേ, പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോ രജോ ഗുണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, ഓരോ ഘട്ടത്തിലും ഉണ്ടാവും ത്രിഗുണങ്ങള്. അതിനെ 3 നേരിടും. തമോ ഗുണത്തിലേക്ക് പോവാണ്ടേ ഇരിക്കണം. നമ്മുടെ മനസ്സിലെങ്ങനെയാണ് ത്രിഗുണങ്ങൾ വരുന്നത്? സത്വഗുണം വരുമ്പോ നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവും അല്ലേ. മൈനാകത്തിനോട് പുഞ്ചിരിയല്ലേ ഉണ്ടായത്, പുഞ്ചിരിയുണ്ടായത്. സത്വഗുണം വരുമ്പോൾ നമ്മുടെ മുഖത്ത് പുഞ്ചിരി, നമ്മുടെ മുമ്പിൽ വരുന്നവർക്കൊക്കെ സന്തോഷം ഉണ്ടാകും. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന സമയമാണ് രജോ ഗുണം. എല്ലായിടത്തേക്ക് ഇപ്പൊ പോകണ്ട കേട്ടോ, ആള് കുറച്ച് ദേഷ്യപ്പെട്ടിരിക്കുക. ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കുകയാണ്. അതിലടുത്ത് വരുന്നവർക്കൊക്കെ എന്താ ഉണ്ടാവുക? ആ ദേഷ്യത്തിന്റെ റിയാക്ഷൻ എന്താ വെച്ചാൽ അത് അനുഭവിക്കേണ്ടി വരും. തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുക. തമോ ഗുണം കരച്ചില്, രജോ ഗുണം ദേഷ്യം, സത്വഗുണം പുഞ്ചിരി. ഇത് 3 നമ്മളിൽ വരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ. ഒരു ദിവസം ചിലപ്പോൾ ഇത് 3 വരാറുണ്ട്, ചിലപ്പോൾ മാറി മാറി വരാറുണ്ട്. ഇത് 3 ഉണ്ടാവും മനുഷ്യന്. സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഉണ്ടാവും. ഈ 3 ഗുണങ്ങളെയും തരണം ചെയ്യുമ്പോഴേ നിർഗുണമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ, നിർഗുണ സ്വരൂപമായിട്ടുള്ള കടാമ്പുര ദേവിയെ കാണാൻ പറ്റുള്ളൂ. ഈ 3 ഗുണങ്ങളെയും തരണം ചെയ്യണം. വരുന്ന വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യണ്ടേ? കടാമ്പുരാമയെ തൊഴണമെന്നുണ്ടെങ്കിൽ വാഹനങ്ങളുടെ ബ്ലോക്ക് ഉണ്ടാവും, ട്രാഫിക് സിഗ്നലുകൾ ഉണ്ടാവും. ഞാൻ കടാമ്പുരാമയെ കാണാൻ പോവുക, ഞാൻ ചുവന്ന ലൈറ്റ് കണ്ടാൽ നിർത്തില്ല എന്ന് പറഞ്ഞത് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ? ചുവന്ന ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തണം. അതിനിപ്പോൾ കടാമ്പുഴമേ തൊഴാൻ പോവുകയാണെങ്കിൽ ശരി, ഭാര്യ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ശരി, രണ്ടായാലും ഇത് വേണം. ചുവന്ന ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തണം.
റോഡിൽ ഗട്ടറുണ്ടെങ്കിൽ, മുമ്പിൽ വാഹനങ്ങളുണ്ടെങ്കിൽ അതിന് ഓവർടേക്ക് ചെയ്ത് പോകരുത്. പാകത്തിന് അല്ലേ തരണം ചെയ്യണം. ഇവിടെ ഷീട്ടാക്കാനായിട്ട് നോക്കുമ്പോൾ നല്ല ക്യൂ ഉണ്ട്. അതെ, എനിക്ക് തിരക്കി പോയി ഷീട്ടാക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവിടെയുള്ള ആ ഒരു തിരക്കിനെ സഹിക്കണം. എനിക്ക് പടി ഇറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞാലോ ഇവിടെ മുകളിലും തൊഴും ഒക്കോട് പറയേണ്ടി വരും. അമ്മയെ തൊഴണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഒന്നുമില്ല അല്ലേ, പടി ഇറങ്ങുക തന്നെ വേണം. പടി ഇറങ്ങി അപ്പോൾ അവിടെ ചിലപ്പോൾ നേരിയ സമയമാവും, നട അടച്ചതാവും. നട തുറക്കുന്നത് വരെ കാത്തിരിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഇടയിൽ വരുന്നതായിട്ടുള്ള തടസ്സങ്ങളെ, പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്താൽ മാത്രമേ ശ്രീരാമന്റെ അടുത്തേക്ക്, ആ കടമ്പുഴ അമ്മയുടെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഹനുമാൻ സ്വാമിക്കും സുരസയെ സുഖമായിട്ട് രക്ഷപ്പെടാൻ സാധിച്ചു. സുരസയുടെ അടുത്തുനിന്ന് വിജയിച്ചു. 100% എപ്ലസോടുകൂടി ജയിക്കാൻ സാധിച്ചു. മൈനാകപർവ്വത്തെ തലോടി മൈനാകപർവ്വത്തിന്റെ സ്വീകരണത്തെ അവിടെ സ്നേഹത്തോടുകൂടി നിരസിച്ചുകൊണ്ട് തന്റെ കർമ്മത്തിന് വേണ്ടി ചാടി തടസ്സമായി നിൽക്കുന്ന സിംഹികയെ നിഗ്രഹിച്ച് നേരെ ലങ്കയിലേക്ക് എത്തി എന്ന് പറയുക. ആ ലങ്കയുടെ കരയിലങ്ങോട് എത്തിയപ്പോഴാണ് അവിടെ കമലമകൾ ചരിതമറിവതിനൊന്നമ്പോടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം. നിരുപമമായ ലങ്കാനഗരം എന്നാണ് പറഞ്ഞത്. ലങ്കാനഗരം എന്ന് വെറുതെ ലങ്കാനഗരം എന്ന് പറയുകയല്ല, നിരൂപമം, മറ്റൊന്നുമായിട്ട് ഉപമിക്കാൻ പറ്റാത്തതാണ് ലങ്കാനഗരം എന്നാണ്. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കിടപ്പാൻ പണിയൊന്നു മാനസേ. മറ്റൊന്നുമായിട്ട് ഉപമിക്കാൻ പറ്റാത്തതാണ് ലങ്കാനഗരം. കാരണം സ്വർണമയി ലങ്ക. ലങ്ക സ്വർണമയിയാണ്. പാർവതി ദേവി തനിക്ക് സ്വർണം കൊണ്ടൊരു നഗരം വേണം എന്ന് ആഗ്രഹിച്ച സമയത്ത് പരമേശ്വരൻ വിശ്രവസ് എന്ന ആ മഹർഷിയെയാണ് ഏൽപ്പിച്ചത്. പാർവതിക്ക് വേണ്ടി സ്വർണം കൊണ്ടൊരു നഗരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ സ്വർണം കൊണ്ട് പാർവതി ദേവിക്ക് വേണ്ടിയിട്ട് വിശ്രവസ് ഉണ്ടാക്കിയ നഗരമാണ് ലങ്ക. ഈ ലങ്ക ഉണ്ടാക്കിയിട്ട് ആ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി കൈലാസത്തിൽ ചെന്നപ്പോ ആ പാർവതി ചോദിച്ചു, ആ ലങ്ക കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറയുക. ലങ്കാനഗരം കണ്ട് വളരെ സന്തോഷമായി. ഇതിന് സമ്മാനമായിട്ട് എന്താണ് വേണ്ടത് ചോദിച്ചു വിശ്രവസ്. പാർവതി ചോദിക്കുക വിശ്രവസിനോട്, എനിക്ക് വളരെ വളരെ സന്തോഷമായി അല്ലേ, ഇപ്പം നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യം ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വീടൊക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ആ കരാറിൽ പറഞ്ഞതിനേക്കാളും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൂടുതൽ കൊടുക്കും. ലങ്കാനഗരം പാർവതി ദേവിയുടെ ആഗ്രഹപ്രകാരം വിശ്രവസ് നിർമ്മിച്ചതാണ്. വളരെ സന്തോഷമായി പാർവതിക്ക്. സമ്മാനമായിട്ട് എന്താ വേണ്ടത് ചോദിച്ചപ്പോ വിശ്രവസ് പറഞ്ഞു, പാർവതി ദേവിക്ക് സന്തോഷമായിരിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശ്രവസിന്റെ ഭാര്യ കൈകസി ഉണ്ടായിരുന്നു ഇത്ര കൂടെ. കൈകസി പറഞ്ഞു, അമ്മേ ഭർത്താവിന്റെ തുല്യ പ്രാധാന്യമല്ലേ ഭാര്യയ്ക്ക് ഉള്ളത് എന്ന് ചോദിച്ചു. അതെ, എന്താ സംശയം എന്ന് ചോദിച്ചു. മാതൃകാകുടുംബത്തിന്റെ അമ്മയല്ലേ പാർവതി, എന്താ പ്രയാസം? അല്ല, ഭർത്താവ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ ഒരു മോഹം എനിക്ക് പറഞ്ഞാൽ എനിക്ക് തരുമോ സമ്മാനം എന്ന് ചോദിച്ചു അത്രേ. എന്താ വേണ്ടത് ചോദിച്ചു അത്രേ. അപ്പൊ കൈകസി പറഞ്ഞു അത്രേ, എന്നാ എനിക്ക് ലങ്കാനഗരം തന്നെ ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു അത്രേ. കരാറുകാരൻ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ സമ്മാനം വേണ്ടത് ചോദിക്കണമൊക്കെ തരുമോ? നീ വീടും സ്ഥലങ്ങൾ എനിക്ക് എഴുതി തരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പാർവതി ദേവിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവി ഉണ്ടാക്കിച്ചതാണ് വിശ്രവസനെ കൊണ്ട്. പക്ഷേ അതിന്റെ സന്തോഷത്തിൽ എന്താ വേണ്ടത് ചോദിച്ചപ്പോ കൈകസി പറഞ്ഞു, ഇത് തന്നെ ഈ ലങ്കാനഗരം തന്നെ എനിക്ക് തരും, പാർവതിക്ക് വാക്ക് തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ലങ്കാനഗരം വിശ്രവസിനെ ഏൽപ്പിക്കുക. അങ്ങനെയാണ് വിശ്രവസന് ആദ്യ ഭാര്യയുണ്ടായ മകൻ വൈശ്രവണൻ ആ ലങ്കയിൽ താമസിക്കുന്നത്. അന്ന് കൈകസി കുട്ടികളില്ല. പിന്നീട് കൈകസിയിലാണ് രാവണ കുംഭകർണനും വിഭീഷണനും ശൂർപ്പണഖയൊക്കെ ഉണ്ടായതിനു ശേഷം രാവണൻ പിന്നെ ഏട്ടനിൽ നിന്നും ലങ്കയെ തട്ടിയെടുക്കുന്നതൊക്കെ. അപ്പോൾ പാർവതിക്ക് വേണ്ടി അനുപമം ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്തതായിട്ടുള്ള നഗരമാണ് ആ ലങ്കാനഗരം. അവിടെ കടക്കാൻ എന്താ വഴി? പല പല കിടങ്ങുകൾ കാണാനുണ്ട്. എങ്ങനെയാ കടക്കുക? അത് രാത്രിയാണ്. ആരും കാണാണ്ട് കിടക്കണം എന്ന് വിചാരിച്ച് ഹനുമാൻ ചെറിയൊരു രൂപം സ്വീകരിച്ചു അത്രേ. നിശിചരപുരേ നോക്കൂ, നിശിചരപുരത്തില് നിശി സമയത്ത്
നിശി തമസി നിശിചരപുരം, രണ്ട് നിശിയാണ് അവിടെ. ഒന്ന് നിശി പറഞ്ഞത് രാത്രി സമയം, മറ്റത് നിശിചരപുരം. ആ നിശാചരന്മാര് അല്ലെ, രാത്രി സഞ്ചരിക്കുന്നവര്, രാക്ഷസന്മാര്, അസുരന്മാര്. രാത്രി സമയത്ത് രാത്രിചരന്മാരുടെ പ്രവേശത്തിലേക്ക് കൃഷരൂപനായിട്ട് ചെറിയൊരു രൂപം സ്വീകരിച്ച് അങ്ങോട്ട് കടന്നു എന്ന് പറയുക. അവിടെ എപ്പോഴും ഉറക്കം ഒഴിച്ച് ഇരിക്കുന്ന ഒരാളുണ്ട് അവിടെ, ലങ്കാലക്ഷ്മി. ആ ലങ്കാലക്ഷ്മി കണ്ടു അവിടെ. കഠിനതരമലറിയൊരു രജനി പരിവേഷമായി കാണായിതാശു ലങ്കാശ്രിയേയും തഥാ. കഠിനമായിട്ട് അലറിയും കൊണ്ട് വരികയാണ് അത്രേ ഒരു രജനി തരിവേഷമായി, രാത്രി വേഷം ധരിച്ചുകൊണ്ട്, കറുത്ത വേഷം ധരിച്ചുകൊണ്ട് വരികയാണ് അത്രേ. ഇവിടെ വരുവതിനു പറകെ എന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം. ആരാണ്, എന്തിനാണ് നീ വന്നത്, കള്ളനാണോ പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ പരുഷവാക്കുകൾ കേട്ടു അത്രേ അല്ലെ. ഒരാളുണ്ട് വരുമ്പോ തന്നെ കയറി വരുമ്പോ ആരോട് ദേഷ്യപ്പെടാൻ പാടുണ്ടോ? ഇപ്പൊ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, കൊടിമ്പലടിക്കുകയാണ്, വാതിൽ തുറന്നു പറഞ്ഞാൽ ആരാ നിങ്ങൾ ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചു ബഹളം വെക്കാൻ പാടുണ്ടോ? ആതിഥ്യ മര്യാദ എന്നൊന്നുണ്ട്. ആര് വന്നാലും സ്വാഗതം പറയണം, നമസ്കാരം പറയണം. ആര് വന്നാലും ശരി, ഈ പിരിവേര് വന്നാലും ഭിക്ഷക്കാർ വന്നാലും ഒരുപോലെ. രണ്ടുപേരും എന്തിനാ വരണത്? കാശിനല്ലേ വരണത്. ഭിക്ഷക്കാർക്ക് 5 റുപ്യ കൊടുത്താൽ തൽക്കാലം ചിലപ്പോ പൊക്കോളും, പിരിവേർക്ക് 5 റുപ്യ കൊടുത്താൽ പോകും അല്ലേ. അപ്പൊ ആരാ ഭേദം? പിരിവുകാരാണോ ഭിക്ഷക്കാരാണോ ഭേദം? ഭിക്ഷക്കാർക്ക് അല്ലേ 1 റുപ്യ ഒന്നും കൊടുത്താൽ അവര് ചിലപ്പോ വാങ്ങില്ല അല്ലെ. ഒരു 10 റുപ്യ കൊടുത്താൽ അവർ പൊക്കോളും. ചായ കിട്ടില്ല 10 റുപ്യക്ക്, എന്നാലും അവർ പൊക്കോളും. പിരിവുകാർക്ക് കൊടുത്താൽ പറ്റുമോ അല്ലേ? ചിന്തിച്ചുകൂടാ. തമാശ പറഞ്ഞാണ്ടോ, പിരിവുകാരും മോശക്കാരും ഒന്നും അല്ലേ, അതേ പറഞ്ഞേ ഉള്ളൂ. എല്ലാവർക്കും ആവശ്യം തന്നെയല്ലേ. പിരിവുകാരുടെ ആവശ്യം, ഭിക്ഷക്കാരുടെ ആവശ്യം, ഒക്കെ ആവശ്യം കാശ് തന്നെയാണ് അല്ലെ. എന്തായാലും ആര് വന്നു കഴിഞ്ഞാലും നല്ല മനസ്സോടുകൂടി അവരെ സ്വീകരിക്കാനേ പാടുള്ളൂ. ഇവിടെ കയറി വരുമ്പോ തന്നെ ബഹളം വെച്ചുകൊണ്ട് നീ ആരെങ്കിലും വന്ന് കള്ളനാണോ, എന്തിനാ വരുന്നതിന് കാരണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു അത്രേ. അങ്ങനെ ബഹളം വെച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ അടി കൊടുക്കാത്രേ. ബഹളം വെക്കുന്നതിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ, എന്താ? ചെവിക്കുത്തി നോക്കി നല്ലൊരടി കൊടുക്കുക. ഹനുമാൻ കൊടുത്തതാണ്, ഞാൻ കൊടുത്തതല്ല. ആരും ഹനുമാൻ കൊടുക്കുകയുണ്ടായത്. ഇത് പരുഷവചനമോടണഞ്ഞു താടിച്ചു, രോഷേണ താടിച്ചു കപീന്ദ്രനും. ദേഷ്യത്തോടുകൂടി ഹനുമാനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. ഹനുമാൻ ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു അത്രേ. രഘുകുല, ഞാൻ രഘുകുലത്തില് ജനിച്ച ആ വരന്റെ സജീവമാമുഷ്ടിപ്രഹരേണ, രഘുകുലത്തിൽ തിലകമായിട്ടുള്ള ശ്രീരാമന്റെ മന്ത്രി അല്ലെങ്കിൽ ശ്രീരാമന്റെ ദാസൻ, ആ രാമദാസന്റെ മുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. ആ ശ്രീരാമചന്ദ്രന്റെ ദാസനായ ഹനുമാൻ സ്വാമിയുടെ കൈകൊണ്ടുള്ള അടി കേട്ടത് വാമമുഷ്ടി, ഇടത്തെ കൈകൊണ്ടുള്ള അടി കിട്ടിയപ്പോഴേക്കും അവിടെ ചോര തുപ്പിയും കൊണ്ട് അവിടെ വീണു. അവിടെ ആ വീഴ്ചയില് അവളുടെ രൂപം മാറി. എണീറ്റപ്പോഴേക്കും നല്ല സുന്ദരിയായിട്ട് എണീറ്റത്. ഇയാള് കിട്ടേണ്ടത് കിട്ടിയാലേ ഇവിടെ നേരെയേ ഉള്ളൂ. ഈ ഒച്ച ബഹളമൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ നല്ല അടി കിട്ടണം. അത് ആരുടെയും കിടന്ന് കിട്ടിയിട്ട് കാര്യമില്ല, അർഹതപ്പെട്ട ആളുടെ നിന്ന് കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ ഈ ബഹളം എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ പോയിട്ട് സമാധാനം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഈ ബഹളം. ആകെ നിശാചരന്റെ ലങ്കാലക്ഷ്മിയാണ് അല്ലെ. ലക്ഷ്മി ഐശ്വര്യമൊക്കെയാണ്, പക്ഷെ താമസിക്കുന്നത് എവിടെയാ? രാക്ഷസന്മാരുടെ അവിടെയാണ്, ലങ്കയിലാണ് താമസം. ലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിരുപമപുരിയാണ്, മറ്റൊന്നും ഉപമിക്കാൻ പറ്റാത്ത ശ്രേഷ്ഠമായിട്ടുള്ള സ്വർണ്ണമയായിട്ടുള്ള ലങ്കയാണ്. പക്ഷെ അവിടെ ഭരണം രാക്ഷസന്മാരാണ്. അപ്പൊ ഈ രാക്ഷസന്മാര് ഭരിക്കുന്ന, രാവണൻ ഭരിക്കുന്ന ലങ്കയില് സമാധാനമില്ലാണ്ട് കഴിയുകയാണ് ലങ്കാലക്ഷ്മി. നമ്മളും അങ്ങനെയാണ് അല്ലെ. നമ്മളുടെ കുഴപ്പം കൊണ്ടല്ലാണ്ട് പല പല വിഷമങ്ങൾ നമ്മുടെ സാഹചര്യം കൊണ്ട് അനുഭവിക്കണോ?
അങ്ങനെ അനുഭവിക്കുന്ന പല പല വിഷമങ്ങളുടെ ഇടയിൽ നല്ലൊരു അടി കിട്ടുക പറഞ്ഞാൽ നമ്മളെ ആരും ഒന്ന് ചെകിട്ടത്തടിക്കുകയല്ല ചെയ്യണത്. എപ്പോഴെങ്കിലും സത്സംഗത്തിലേക്ക് എത്തിച്ചേർന്ന് അവിടെ നിന്ന് ഭഗവാന്റെ നാമം ജപിച്ചോളൂ എന്ന് ഏതെങ്കിലും ഒരു ഭക്തൻ പറയുന്നത് നമ്മുടെ ചെവിക്ക് അടി കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിൽ അങ്ങോട്ട് തറച്ച് കയറുക. ആരെയും പോയിട്ട് അടിക്കൊന്നും വേണ്ട, ആരുടെയും നമുക്ക് ചുവട്ടത്ത് അടി വാങ്ങും വേണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ 10, 15, 16 ദിവസമായി. ഈ ഓരോ ദിവസവും പല ആചാര്യന്മാർ വന്ന് കഥ പറയുമ്പോൾ ഈ കുറച്ച് ദിവസം കൂടിയുണ്ട് അല്ലെ, ആഗസ്റ്റ് 15 വരെ ഉള്ള പ്രഭാഷണം. അതിൽ ഏതെങ്കിലും ആചാര്യന്മാർ പറയുന്ന ഭഗവത് കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് അടിച്ചു കയറി മനസ്സിൽ ഉറയ്ക്കുന്നതാണ് ഈ ഹനുമാന്റെ അടി കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ. ഹനുമാനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കിടക്കുക, ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കിടക്കുന്ന സജ്ജനങ്ങളിൽ നിന്നും അനവധി സജ്ജനങ്ങളെ കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയുന്നത് ചെവിയിൽ അങ്ങോട്ട് അടി കിട്ടിയതുപോലെ ഒരു മാറ്റം നമുക്ക് വേണം, ഇതുവരെ ഞാൻ ജീവിച്ചതുപോലെ പോരാ, കുറച്ചുകൂടി മാറ്റങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ചിന്തിച്ച് നമ്മുടെ സ്വഭാവം മാറ്റലാണ് ലങ്കാലക്ഷ്മിയിൽ വന്നതായിട്ടുള്ള മാറ്റം. സത്സംഗത്തിൽ വന്ന് സത്കാര്യങ്ങൾ കേട്ട് മനസ്സ് സത്കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. ഇതുവരെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഈശ്വര കഥകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. അല്ലേ, അത് ആരുടെ പ്രഭാഷണം കേട്ടിട്ട് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അനവധി ആൾക്കാരുടെ കേൾക്കുമ്പോൾ ചിലരുടെ നമുക്ക് കേൾക്കുമ്പോൾ കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് പാലിക്കാൻ പറ്റിയതല്ല ചിലപ്പോൾ തോന്നും. ചിലത് പാലിക്കാൻ പറ്റിയതൊക്കെയാണ്, പക്ഷെ അത് ശരിക്കും മനസ്സിലാക്കി തരാൻ ആ പ്രഭാഷകനെ കൊണ്ട് പറ്റിയില്ല എന്ന് പറയും. ചിലത് പ്രഭാഷകന്മാരുടെ കുഴപ്പം, ചിലത് കേട്ടിരിക്കുന്നവരുടെ കുഴപ്പം, ചിലത് രണ്ടും കേമായി പറഞ്ഞ വിഷയം കുറച്ച് കടി കെട്ടിയായി. ജീവാത്മാവ്, പരമാത്മാവ്, ആത്മതത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവാത്മാവിനെ ഉള്ളിൽ ആത്മാവുണ്ട് എന്നല്ലാണ്ട് അതിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പരമാത്മാവ്, തത്വങ്ങൾ, എന്ത് തത്വം? വിശക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണം എന്ന തത്വം, ദാഹിക്കുന്നവന്റെ മുമ്പിൽ വെള്ളം എന്ന തത്വം ഇതേ നമുക്കറിയുള്ളൂ. ടി വി കാണാൻ ചെന്നിരിക്കുമ്പോൾ കറണ്ട് ഉണ്ടാവണം, മൊബൈൽ എടുക്കുമ്പോൾ നെറ്റ് ഉണ്ടാവണം എന്നൊക്കെ അല്ലാണ്ട് അതില്ലാതെ ചിലപ്പോൾ നമുക്ക് ആകെ തത്വങ്ങളൊക്കെ മാറിയെന്ന് വരും. നമുക്കിതേ അറിയുള്ളൂ, നമുക്ക് മറ്റു തത്വങ്ങളെ കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പോ പറയുന്ന വിഷയത്തിന്റെ ഗാംഭീര്യവും പറയുന്ന ആളുടെ ഗാംഭീര്യവും കേൾക്കുന്ന ആളുടെ ഗാംഭീര്യവും കൂടി ഒന്നാവണത് എപ്പോഴാണോ? ചിലർ പറയേ അന്ന് വന്ന ആചാര്യനെ കേൾക്കാൻ രസം ഉണ്ടായിരുന്നില്ല, പറഞ്ഞത് രാമായണമൊക്കെയാ, കേൾക്കാൻ രസം ഉണ്ടായിരുന്നില്ല, മറ്റേ കേൾക്കാൻ രസം ഉണ്ടായിരുന്നു, ഒന്നും മനസ്സിലായില്ല. ഇത് മനസ്സിലായി, പക്ഷെ അത് നമുക്ക് പാലിക്കാൻ പറ്റണില്ല. രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഇത് പറ്റുന്നില്ല. ഇതെല്ലാം കൂടി എപ്പോഴാണോ യോജിച്ചു വരുന്നത് അതാണ് ഹനുമാന്റെ അടി കിട്ടുന്നത്. കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ 14 ദിവസത്തിൽ എവിടെ കിട്ടിയിട്ടുണ്ടോ? ഹനുമാന്റെ അടി കിട്ടണം. ഭക്തന്മാര് പറയുന്ന വാക്ക് ചെകിട്ടത്തെ അടി കിട്ടിയ പറഞ്ഞു കഴിഞ്ഞാല് ചെവിയിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറി ഇതെനിക്ക് പറ്റും, ഈ പറഞ്ഞ കാര്യം എനിക്ക് പാലിക്കാൻ പറ്റും, ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ ഹനുമാന്റെ ഈ ഒരു കടലിലെ ചാടൽ മുതൽ കടലിന്റെ അക്കരെ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോ ഇത്രയും കാര്യത്തെ 1.5 മണിക്കൂറോട് പറയുമ്പോ അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് ആ ഭാഗം വീണ്ടും 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 വായിച്ച് നോക്കും. മലയാളമാണ് എഴുത്തച്ഛൻ എഴുതിയത്. വീണ്ടും 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 വായിച്ച് കൂടുതൽ മനസ്സിലാക്കും എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടി എന്ന് പറയാം. അധ്യാപകരിന്ന് അടി കിട്ടണം. ഇന്ന് കുട്ടികൾ ചീത്തയാവണം വിചാരിച്ചിട്ട് സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നു? കുട്ടികളെ തല്ലരുത് എന്ന് നിയമം കൊണ്ടുവന്നു. കുട്ടികളെ തല്ലി തന്നെ വളർത്തണം. ലാളയിൽ പഞ്ചവർഷാണി ദശവർഷാണി താടയിൽ. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ആട്ടിച്ചു വളർത്തണം കുട്ടികളെ. അല്ലേ, നമ്മളൊക്കെ എത്ര അടി വാങ്ങിയിട്ട് ടീച്ചറിൽ നിന്ന്? എന്നിട്ട് ആ ടീച്ചർമാരെ കാണുമ്പോൾ വല്ല ദേഷ്യമുണ്ട്? ടീച്ചറെ കാണുമ്പോൾ സ്നേഹമേ ഉള്ളൂ. കാരണം എന്താ? നമ്മൾ നേരെയാവാൻ വേണ്ടിയിട്ടാണ് തല്ലണത്. നമ്മളൊക്കെ പോയി ടീച്ചറെ സർക്കാർ എന്ത് നിയമം വേണേ കൊണ്ടുവന്നോട്ടെ, എൻ്റെ കുട്ടിയെ ചോദ്യം ചെയ്ത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തല്ലിക്കോളൂ എന്ന് പറയണം. ഞാൻ കേസ് കൊടുക്കാനൊന്നും പോവില്ല, വേണമെങ്കിൽ എഴുതി കൊടുക്കുകയും ചെയ്തോളൂ. കാരണം അടിച്ചു വളർത്തിയ കുട്ടിയും അടച്ചു വെച്ച കറിക്കും സ്വാദ് കൂടും. അടച്ചു വെച്ച് വേണം കറി വേവിക്കാനായിട്ട്, തുറന്നു വെച്ച് വേവിക്കരുത്, എന്നാലേ സ്വാദ് കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ അടിച്ചു വളർത്തിയ കുട്ടിയെ നേരെയേ ഉള്ളൂ. തെറ്റ് കണ്ടാൽ ശിക്ഷ കൊടുക്കണം. കാരണം നാളെ തെറ്റ് ചെയ്യാൻ പാടില്ലേ, എന്ത് ചെയ്താലും അടിയൊന്നും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കില്ലേ. സ്കൂളുകളിൽ കുട്ടികളുടെ മയക്കുമരുന്ന് വരെ കച്ചവടക്കാരായി മാറിയത് കേൾക്കുന്നില്ലേ വാർത്ത? മയക്കുമരുന്ന് കൊടുക്കുന്നത് ഇപ്പോൾ
കള്ളന്മാരും കൊള്ളക്കാരും ഉള്ള സ്കൂൾ കുട്ടികൾ വഴിയാണ് അത്രേ. എന്തേ കാരണം? അടിക്കണില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഹനുമാൻ സ്വാമി ലങ്കാലക്ഷ്മി അടിച്ച് ലങ്കാലക്ഷ്മി തൻ്റെ ആ രാക്ഷസീയ രൂപമൊക്കെ മാറിയിട്ട് സുന്ദരിയായിട്ട് മാറിയിട്ട് പറയുക, ഞാൻ ആരാന്നറിയോ, ഞാൻ എന്നോട് പണ്ട് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ചു കാലം താമസിച്ചോളൂ ലങ്കയില്, അല്ലേ? നമ്മളോടും പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ പോയിട്ട് താമസിച്ചോളൂ, എന്നെങ്കിലും ഒരിക്കൽ ഒരു കുരങ്ങന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലങ്കാലക്ഷ്മി പറഞ്ഞത് മഹാവിഷ്ണു ഭൂമിയിൽ അവതരിക്കും. ആ സമയത്ത് ഭഗവാന്റെ ദശരഥ നൃപതിതനയനായ മമ പ്രാർത്ഥനായ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ആ ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് ദശരഥപുത്രനായിട്ട് ഭഗവാൻ ത്രേതായുഗത്തിൽ ജനിക്കുമെന്നും ആ ജനിക്കുന്ന ഭഗവാൻ ജനകനൃപയായിട്ട് സീതാദേവിയും ജനിക്കും, കാട്ടിൽ വസിക്കാനായിട്ട് വരും അവതാര പൂർത്തീകരണത്തിന്. അപ്പൊ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകും. സീതയെ അന്വേഷിച്ചു വരുന്ന ആ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധാനായി വരുമേകന്തവാന്തികെ അനവധി കുരങ്ങന്മാര് അന്വേഷിച്ചു പോവും. അതിൽ ഒരു കുരങ്ങൻ നിന്റെ അടുത്തെത്തും. കലഹം ഇവൻ അവനോട് ജഡിതീ തുടരും അവളെത്രയും കാതരയായി വരും നീ എന്നു. ആ കുരങ്ങനുമായിട്ട് നീ കലഹം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ കലഹം ഉണ്ടാക്കണം, നാളെ നേരെയുള്ളൂ. എന്താ ഈ കലഹം? സംവാദം. ആരുമായിട്ട്? ഭക്തന്മാരുമായിട്ട് സംവാദം ഉണ്ടാവണം. സജ്ജനങ്ങളുടെ അടുത്ത് പോയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്നും കിട്ടുന്ന ഉത്തരത്തിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഇവിടെ ലങ്കാലക്ഷ്മി ഹനുമാനുമായിട്ട്, ഭക്തൻ എന്ന ഹനുമാനുമായിട്ട് കലഹം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ ഹനുമാനെ പല പല രീതിയിൽ ചോദ്യം ചെയ്യല്ലേ ഉണ്ടായത്. നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്, അല്ലേ? നരേന്ദ്രനും പല പല ആൾക്കാരെ കണ്ടിട്ട് ചോദിച്ചെന്താ, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കൂ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്കൊന്നും കേൾക്കണ്ട, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ, അതിന് ഉത്തരം കിട്ടിയാൽ മതി. അത് പരമഹംസർക്ക് മാത്രമേ കണ്ടുകൊണ്ടിരിക്കണമെന്ന് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതുപോലെ പല ആളുകളിലുമായിട്ട് നമ്മൾ ചോദ്യോത്തരങ്ങൾ നടത്തുമ്പോൾ, സംവാദം നടത്തുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കിട്ടും. ഈശ്വരൻ എവിടെയാണ്? സമാധാനം എവിടെ കിട്ടുക? ബുദ്ധിമുട്ടുകൾ മാറാനുള്ള മാർഗം എന്താണ്? എന്നെങ്കിലും ഒരിക്കൽ നമ്മളുടെ സംശയങ്ങളൊക്കെ തീരും. നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും. ജീവിതത്തിൽ സുഖം നേടാൻ എന്ത് വേണമെന്ന് നമുക്ക് പറഞ്ഞു തരാം. ആൾക്കാർ ധാരാളം ഉണ്ട് പറഞ്ഞു തരാൻ. അതിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ഒരു ഗുരുനാഥനെ ഒരിക്കൽ നമുക്ക് കിട്ടും. ഇവിടെ ആ ഹനുമാൻ എന്ന സജ്ജനത്തിന്റെ അടി കിട്ടിയതോടുകൂടി രണതിഗുണനോട് ഭവതി താടനവും കൊണ്ടു രാമദൂതനു നൽകേണ മനുജയും. ഒരു കവി ഒരു ദിവസം ഒരു കുരങ്ങന്റെ അടുത്ത് ഒരു അടി കിട്ടുമ്പോ നിനക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞു. ആ ലങ്കാലക്ഷ്മി പറഞ്ഞു, നീ അന്വേഷിച്ചു വന്നിരുന്ന ആ ജാനകി ദേവി അശോകവനിയിലുണ്ട്. ആ കുരങ്ങിന് വഴി കാണിച്ചു കൊടുത്തിട്ട് നീ മുക്തി നേടിക്കോളൂ എന്നാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞത്. ആ ലങ്കാലക്ഷ്മി പറഞ്ഞു, സീതാദേവി ഇരിക്കുന്നുണ്ട് ശിംശപാവൃക്ഷച്ചോട്ടില്, അശോകവനിയില് എന്നാണ് അല്ലെ. ചിലർ പറയും അശോകവൃക്ഷത്തിന്റെ ചോട്ടിലാണെന്ന്. അശോകവൃക്ഷത്തിന്റെ ചോട്ടല്ല, അശോകവനി ആ ഒരു വനത്തിന്റെ പേരാണ്. അശോകവനത്തിലെ ശിംശപാവൃക്ഷത്തിന്റെ ചോട്ടിലിരിക്കുന്നുണ്ട്, സങ്കടമായിട്ടിരിക്കുകയാണ്, പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. ലഘുമധുര വചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ആ ലങ്കാലക്ഷ്മി ആ രാവണ രാജധാനിയിൽ നിന്ന് പതുക്കെ പുറപ്പെട്ടു എന്ന് പറയുക. ഞാൻ ഇവിടുന്ന് കോട്ടയം എന്ന് പറഞ്ഞ ലങ്കാലക്ഷ്മി മോക്ഷമാണ്. മഹേന്ദ്രഗിരിയിൽ നിന്നും പുറപ്പെട്ട ഹനുമാൻ തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്ത് ആ ലങ്കയിലെത്തി. ഇനി അവിടെ സീതയെ കാണാനായിട്ട് പോവുകയാണ്. സീതയെ മുമ്പ് കണ്ടിട്ടില്ല. സീതയെ കാണാനായിട്ട് എവിടെയാണ്? ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോ. ഹനുമാൻ ആ ലങ്കയിൽ അങ്ങോട്ട് കാല് കുത്തിയപ്പോ 2 പേർക്ക് ഇടതുഭാഗം വിറച്ചു എന്നാ പറഞ്ഞത്. ആർക്കൊക്കെ? ഒന്ന് സീതാദേവിക്കും രാവണനും. എന്ത് 2 പേർക്കും ഇടതുഭാഗം വിറച്ചത്? സ്ത്രീകൾക്ക് ഇടതുഭാഗം വിറച്ചാൽ ശുഭമാണ്, പുരുഷന് വലതുഭാഗം വിറച്ചാൽ അണഗുണം.
വലതുഭാഗം പിറച്ചാലാണ് ഗുണം പുരുഷന്. പക്ഷെ ഇവിടെ രാവണനും പിറച്ചത് ഏത് ഭാഗ? ഇടതുഭാഗ. രണ്ടുപേർക്കും ഒരേ ഭാഗം. സീതാദേവിക്ക് ഗുണമായിട്ടും രാവണന് ദോഷമായിട്ടും. എന്താ ഈ ഇടത് വലത് ഭാഗത്തിന്റെ പ്രത്യേകത ആണെങ്കിൽ ബ്രഹ്മാവിന്റെ ഇടതുഭാഗത്ത് നിന്നുണ്ടായവരാണ് സ്ത്രീകൾ. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചപ്പോ ബ്രഹ്മാവ് ആദ്യം സനകാദികളെയാണ് സൃഷ്ടിച്ചത്, മനസ്സുകൊണ്ട്, മാനസപുത്രന്മാരായിട്ട്. അവർ 5 വയസ്സായപ്പോൾ നിങ്ങൾ വേഗം വലുതാവും, അങ്ങനെ കളിച്ചു കിടന്നാൽ ശരിയാവില്ല, വലുതായി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി സൃഷ്ടിയിൽ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ സനകാദികൾ പറഞ്ഞു ഞങ്ങൾ സഹായിക്കും, സൃഷ്ടിക്കൊന്നും പുറപ്പെടണില്ല, ഞങ്ങൾ ഹരിശരണം ഹരിശരണം എന്ന് പറഞ്ഞ് തപസ് ചെയ്യാനാണ് ആ പോണത് എന്ന് പറഞ്ഞു. അത് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാണ്ടായപ്പോ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ഞാൻ ജനിപ്പിച്ച കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാണ്ടായി. പക്ഷേ കുട്ടികൾക്ക് 5 വയസ്സേ ഉള്ളൂ. 5 വയസ്സ് വരെ കുട്ടികളോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഇപ്പൊ ചെല്ലിയുള്ളൂ, ലാളയിൽ 5 വർഷാണി ദശവർഷാണി താടയേൽ പ്രാപ്തേതു 16 വർഷേ പുത്രം വിത്രവതാചരയിൽ. 5 വയസ്സ് വരെ കുട്ടികളോട് ദേഷ്യപ്പെടാൻ പാടില്ല. അവരെന്ത് ചെയ്താലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടോട്. 5 വയസ്സുള്ള കുട്ടി അമ്മയുടെ മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു വെച്ചാൽ സന്തോഷിച്ചോട് ഷൈക്കൻഡ് കൊടുക്കുക. കുറെ അച്ഛനോട് പറഞ്ഞു മൊബൈൽ മാറ്റിത്തരാം. അച്ഛനാഴ്ച മാറ്റി തരണമില്ല. ഇപ്പൊ കുട്ടി എടുത്ത് പൊട്ടിച്ച് ഇനി കുട്ടിയെ കൊടുത്ത് ഏൽപ്പിക്കണ്ട കേട്ടോ, മോനതൊന്നും വലിച്ചെറിയോ എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട, ഫോൺ മാറ്റാൻ വേണ്ടിയിട്ട്. 5 വയസ്സ് വരെ ലാളിക്കണം കുട്ടികളെ. എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കാൻ പാടില്ല. ഇവിടെ ബ്രഹ്മാവ് സനകാദികൾ പറഞ്ഞാൽ കേൾക്കാണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് സൃഷ്ടി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈശ്വരാരാധന ചെയ്യണേ ഉള്ളൂ, കല്യാണത്തിലേക്കോ സൃഷ്ടിയിലേക്കോ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത് വിഷയം വന്നത്. 5 വയസ്സല്ലേ ഉള്ളൂ, ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യത്തെ അടക്കി നിർത്തി പുരികമധ്യത്തിൽ നിന്ന് ഒരു രൂപം ഉണ്ടായി. ഇത്രേ രോദനത്തോടുകൂടി പുറത്തേക്ക് വന്നു. അതാണ് രുദ്രൻ. ആ രുദ്രൻ പറഞ്ഞു ഞാൻ സൃഷ്ടി നടത്താം എന്ന് പറഞ്ഞ ഭാര്യമാരെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രേ 11 ഭാര്യമാരെ കൊടുത്തു രുദ്രന്. ആ രുദ്രൻ സൃഷ്ടി ആരംഭിച്ചു. പക്ഷേ ഒക്കെ ബോധപ്രദ വിഷാദുക്കളായിരുന്നു വന്നത്. സൃഷ്ടി നിർത്തിവെക്കാൻ പറഞ്ഞു. പിന്നെ ആ രുദ്രൻ പോയി തപസ് ചെയ്തിട്ട് ഭഗവാനെ തപസ് ചെയ്തിട്ടാണ് ശിവനായിട്ട് മാറിയത്, ശങ്കരനായി മാറിയത്. പിന്നെ കൈലാസപതിയായിട്ട് മഹാദേവനായിട്ട് മാറി. പിന്നീട് ബ്രഹ്മാവ് ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്ന് മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, ദക്ഷൻ, വസിഷ്ഠൻ, നാരദൻ തുടങ്ങി 10 പുത്രന്മാരെ സൃഷ്ടിച്ചു. സൃഷ്ടി വർദ്ധിക്കുന്നില്ല. അപ്പോഴാണ് ബ്രഹ്മാവിന് മനസ്സിലായത് 2 സൃഷ്ടികൾ തമ്മിൽ ആകർഷണം വേണം, എന്നാലേ മൂന്നാമതൊരു സൃഷ്ടി ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് ഇടതുഭാഗത്തുനിന്ന് ഒരു സ്ത്രീയെയും വലതുഭാഗത്തുനിന്ന് ഒരു പുരുഷനെയും സൃഷ്ടിച്ചു. ഇടതുഭാഗത്തുനിന്ന് വന്ന സ്ത്രീയാണ് ശതരൂപാദേവി, വലതുഭാഗത്ത് വന്ന പുരുഷനാണ് സ്വയംഭുവ മനു. ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ പുരുഷന്മാർ, ദമ്പതിമാര്, ഭൂമിയിലേക്ക് ആദ്യമായിട്ട് വന്ന മനുഷ്യര്. ഈ സ്വയംഭുവ മനു പുരുഷൻ വലതുഭാഗത്ത് നിന്ന് വന്നതുകൊണ്ടാണ് പുരുഷന്മാരുടെ വലതുഭാഗത്തിന് പ്രാധാന്യം. അല്ലെ, പുരുഷന്മാർക്ക് അല്ലെ പുറമന പുറത്തി വന്ന് കൈ നോക്കാൻ പറഞ്ഞാൽ പുരുഷന്മാർ ഏത് കൈയെ കാണിച്ചു കൊടുക്കുക? വലത്തെ കൈയാണ്. അല്ലേ, അപ്പൊ അങ്ങനെ കാണാനില്ല. അല്ലേ, മുമ്പൊക്കെ വീടുകളിൽ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടിക്കാലത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇടമ്പാട്ടിയെ കൈ നോക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ഞാനത് കൈ കാണിച്ചിരുന്നു, ചെറിയ കുട്ടികളുണ്ടോ. അപ്പൊ അയ്യോ കുട്ടന്റെ കയ്യില് രേഖ തെളിഞ്ഞിട്ടില്ല, ഇത് രേഖ തെളിഞ്ഞപ്പോ പുറത്തേക്ക് കാണാനുമില്ല. അല്ല, അമ്മ കൈ കാണിച്ചു ഉടനെ കാണുമ്പോ നമുക്ക് എന്റെ കൈയും കൂടി നോക്കുമ്പോഴായിരിക്കും. ചെറിയ കുട്ടിയാകുമ്പോ കയ്യിലെ രേഖ തെളിയില്ല. എന്തായാലും രാമായണത്തിന് മുമ്പിൽ എത്തിച്ചല്ലോ രേഖ. അല്ലെ, അത് മതി. ഇനിയിപ്പോ പുറത്തേക്ക് കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കടാമ്പുഴ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് രാമായണം പറയാണ്ട് എത്തിച്ചു എന്നുണ്ടെങ്കിൽ തെളിഞ്ഞത് തന്നെയല്ലേ. അത് മതി, എത്രക്കേ വേണ്ടോ. അല്ലാണ്ട് വലിയ അതിയായ മോഹങ്ങളൊന്നുമില്ല. ഭഗവത് കഥകൾ പറയുക, അത് കേൾക്കാൻ താല്പര്യമുള്ളവരുടെ മുമ്പിലാവുക, അതേ മോഹങ്ങളുള്ളൂ. അന്ന് പുരുഷന്മാർക്ക് വലത്തെ കയ്യ്, പുരുഷന്മാർക്ക് വലതുഭാഗം തുടിച്ചാലാണ് ശുഭം. പുരുഷന്മാര് വലത്തെ കാല് വെച്ചിട്ട് വേണം എവിടേക്കും പ്രവേശിക്കാനായിട്ട്. കാരണം ബ്രഹ്മാവിന്റെ വലതുഭാഗത്ത് ഉണ്ടായതുകൊണ്ട്. ബ്രഹ്മാവിന്റെ ഇടതുഭാഗത്തു നിന്നാണ് സ്ത്രീകൾ ഉണ്ടായത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിച്ചാലാണ് നല്ലത്. ഇടത്തെ കൈയാണ് അവർ ഹസ്തരേഖാശാസ്ത്രത്തിന് കാണിച്ചു കൊടുക്കുക.
സ്ത്രീകൾ എവിടെയെങ്കിലും കയറുമ്പോഴും ഇടത്തേക്കാല് വെച്ചിട്ട് വേണം കയറാൻ. അങ്ങനെയല്ല, ഇടത്തേക്കാല് വെച്ചാൽ കയറേണ്ടത് അല്ലാന്ന്. അതാണ് തോന്നുന്നു സമ്മതിക്കില്ല. ഈ കയ്യും ചെവിയും മൂക്കൊക്കെ ഇടത്ത് കാലുമൊക്കെ എത്തുമ്പോഴേക്കും വലത്തെ കാല് വെച്ചാണ്. നിങ്ങൾക്ക് പറഞ്ഞു തന്നവര് തെറ്റിയതാണ്. ഈ കാര്യം ചെയ്യുക. എവിടെയെങ്കിലും സപ്താഹമൊക്കെ ഉണ്ടാവും. ഇവിടെ നടക്കാറുണ്ടോ അല്ലേ? രുക്മിണി സ്വയംവരത്തിന് ഭർത്താവ് പോയിട്ട് വരിക, കുറച്ച് കുങ്കുമ അർച്ചനയൊക്കെ നടത്തി ഭർത്താവിനോട് കുങ്കുമൊക്കെ താലി വീണ്ടും കെട്ടാൻ പറ്റില്ലല്ലോ. താലി വീണ്ടും കെട്ടാൻ പറ്റില്ല. കുങ്കുമൊക്കെ തൊഴിച്ചു തരാൻ പറയുക. എന്നിട്ട് കയ്യും പിടിച്ച് വീണ്ടും വരും. എന്താ ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ പറയുമ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീകൾ പറയുക അങ്ങനെയല്ലല്ലോ എന്നുള്ളത്. തന്ത്രശാസ്ത്രത്തില് ഒരു വീട് ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ പൂർണ്ണമായിട്ടത് ഈ പുരാണങ്ങളിൽ മാത്രമല്ല തന്ത്രശാസ്ത്രത്തിലും പറയുന്നുണ്ട് മനസ്സിലായത്. ഒരു വീടുണ്ടാക്കി ആ വീട്ടില് ഒരു തന്ത്രിയെ ഗണതിഹോമത്തിന് വിളിച്ച് ആ ഗണതിഹോമം കഴിഞ്ഞ് നിലവിളക്കുമായിട്ട് വീടിനെ പ്രദക്ഷിണം ചെയ്ത് അകത്തേക്ക് കടക്കുമ്പോൾ തന്ത്രി ഒന്ന് പറഞ്ഞു, പുരുഷന്മാർ വലത്തേക്കാല് വെച്ചിട്ടും സ്ത്രീകൾ ഇടത്തേക്കാല് വെച്ചിട്ടും കയറൂ എന്ന് കേമനായിട്ടുള്ള തന്ത്രി തന്നെ പറഞ്ഞപ്പോ ഉറപ്പിച്ചു. അപ്പോ തന്ത്രശാസ്ത്രത്തിൽ കൂടി ഉണ്ട്, ഈ പുരാണങ്ങളിൽ മാത്രമല്ല. സ്ത്രീകൾ ഇടത്തേക്കാല് വെച്ചിട്ട് തന്നെയാണ് കയറേണ്ടത്. അത് ആരോ അന്ന് പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞവർക്ക് ആർക്കെങ്കിലും എവിടെയാ പറഞ്ഞത് ചോദിച്ചാൽ പ്രമാണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇടത്തെ കാല് വെച്ചിട്ട് വേണമെന്നതിന് പ്രമാണമുണ്ട്. കാരണം കൈ ഇടത്തെ കൈയല്ലേ, ഇടത് ഭാഗം തുടിച്ചാലല്ലേ. ഭാഗവത്തില് 2 ദിക്കില് പറയണു, രുക്മിണിക്ക് ഇടത് ഭാഗം തുടിച്ചപ്പോ ശുഭമായിട്ട് ഒന്ന് കൃഷ്ണൻ വന്നു കൊണ്ടുപോയി, രണ്ടാമത് നഷ്ടപ്പെട്ട മകനായ പ്രദ്യുമ്നനെ കിട്ടി ഇടത് ഭാഗം തുടിച്ചപ്പോ. ഇവിടെ പറഞ്ഞു സീതാദേവിയുടെ ഇടത് ഭാഗം തുടിച്ചു. സീതാദേവിക്ക് ഹനുമാൻ അവിടെ കാലുകുത്തിയപ്പോ അവിടെ ശുഭമായിട്ട് വന്നു. രാവണനും ഇടതേ ഭാഗം തുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഇടത് ഭാഗം തുടിച്ചാൽ ദോഷമാണ്. അപ്പൊ ഹനുമാന്റെ ആ ഒരു പാദസ്പർശം രാവണന് ദോഷമായിട്ടും സീതാദേവിക്ക് സുഖമായിട്ടും രണ്ടുപേർക്കും ജനക നരപതിവരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ഇടതുഭാഗം തുടിച്ചു കഴിയുക. ഹനുമാൻ സ്വാമി അന്വേഷിച്ച് നടക്കുകയാണ് അത്രേ. ഇന്നേ വരെ കാണാത്ത ആ സീതാദേവിയെ രാത്രിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാ കണ്ടെത്തിയത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉറങ്ങാണ്ടിരിക്കണ ഒരു സ്ത്രീയെ കണ്ടു എന്നാണ്. അല്ലെ, കലശലായ ദുഃഖമുള്ളവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. സീതാദേവി ഉറങ്ങണില്ല. അല്ലെ, വേറെ ഉറങ്ങാത്തവരുണ്ട്, കുറെ നിശാചരിമാര് കാവൽക്കാരുണ്ട്. അല്ലെ, അവരുടെ വേഷം കണ്ടാർന്നുണ്ട് സീതയല്ല എന്നുള്ളത്. രാക്ഷസിമാരുടെ വേഷം കണ്ടാ അറിയാലോ. രാക്ഷസിമാര് കയ്യിൽ വാളും പിടിച്ചുകൊണ്ട്, സീതാദേവി എന്തായാലും കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് നടക്കില്ലല്ലോ. ഓരോരുത്തരെയും കണ്ടു അത്രേ. അതാണോ സീതാദേവി? അല്ല, അതല്ല. കാരണം എന്റെ അമ്മ സീതാദേവി മഹാലക്ഷ്മിയാണ്, സുന്ദരിയാണ്. ആ രാക്ഷസിമാർക്കാർക്കും സൗന്ദര്യം ഉണ്ടാവുമോ? നോക്കുമ്പോ സീതാദേവി കൃഷ്ണത്തിന്റെ ചോട്ടിലങ്ങനെ ഇരിക്കുന്നത് കണ്ടു. എന്നാൽ സീതാദേവിയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വേറൊരു ബഹളം കേട്ടത്. നോക്കുമ്പോ എന്താ, രാവണൻ സീതാദേവിയെ കാണാൻ വേണ്ടി വരിക. രാവണന് ശ്രീരാമനെ കാണാൻ പോയാൽ മതിയായിരുന്നു നേരെയാവാൻ. അതിനുവരെ ശ്രീരാമനെ കാണാൻ പോയില്ല, സീതാദേവിയെ കാണാൻ പോയുള്ളൂ. സീതാദേവിയെ കാണാനേ പോയുള്ളൂ. സീതാദേവി വേണമെന്നേ മോഹം വന്നുള്ളൂ, രാമനെ വേണമെന്ന് മോഹം വന്നില്ല. എന്നാൽ ശൂർപ്പണയ്ക്ക് രാമനെ വേണമെന്നേ മോഹം വന്നുള്ളൂ, സീതയെ വേണമെന്ന് മോഹം വന്നില്ല. രാമന്റെ നേരെ കാമവുമായിട്ടാണ് ശൂർപ്പണഖ വന്നത്. അനിയത്തിക്ക് രാമനോടും ഏട്ടന് ഇവിടെ സീതയോടുമാണ് മോഹം ഉണ്ടായത്. സ്ത്രീകളാകുമ്പോൾ സ്ത്രീകളുമായിട്ടല്ലേ സംസാരിക്കാൻ ചെല്ലേണ്ടത്. ശൂർപ്പണഖ എന്നിട്ട് സീതാദേവിയോട് കൂട്ടുകൂടുതലല്ലേ വേണ്ടത്. എന്നാൽ ചിലപ്പോൾ രാമന്റെ ഒരു കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരു സ്നേഹമെങ്കിലും കിട്ടിയിരുന്നു. ഒരു സഹോദരിയായിട്ടൊക്കെ വേണമെങ്കിൽ രാമൻ കാണുമായിരുന്നു. അതിനുപോലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർ നേരെ അടുക്കളയ്ക്ക്, സ്ത്രീകൾ കസേരയൊക്കെ ഇരുന്നിട്ട് ആണുങ്ങളുമായിട്ട് വർത്താനം പറയും. അങ്ങനെയാണ് പതിവ്. നേരത്തെ സ്ത്രീകൾ ആ വീട്ടിലെ സ്ത്രീകളുമായിട്ട് വർത്താനം പറയും, പുരുഷന്മാരുമായിട്ട് വർത്താനം പറയും. ഇവിടെ നേരെ തിരിച്ചല്ലേ വന്നത്. രാമനെ കാണണമെന്ന് മോഹമില്ല രാവണന്. സീതയെ വേണമെന്ന് മാത്രമേ മോഹമുള്ളൂ. രാമനോട് കൂടി ഇരിക്കുമ്പോ കാണാൻ പറ്റിയിട്ടില്ല. രാവണൻ കണ്ടിട്ടുണ്ടോ രാമനോട് കൂടി ഇരിക്കുന്ന സീതയെ? രാമനെ മാരീചനെ അവിടുന്ന് മാറ്റിയതിന് ശേഷമല്ലേ സീതയെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ പിന്നെ രാവണൻ മരിച്ചതിന് ശേഷമല്ലേ പിന്നെ രാമനും സീതയും കൂടി ഒന്നിച്ചു നിന്നുണ്ടല്ലോ.
അപ്പൊ അതുകൊണ്ട് രാമനെയും സീതയും ഒരുമിച്ച് കാണാൻ രാവണന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇവിടെ രാവണൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സീതാദേവിയോട് പറയൂത്രേ, എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചോളൂ, ഇവിടെ രാജ്ഞിയായിട്ട് കഴിയാൻ സാധിക്കുമെന്ന്. എന്നാൽ നേരെ കൂടി പിടിച്ച് കല്യാണം കഴിക്കാനും പോയി താലി കെട്ടാനും പറ്റില്ല. കാരണം രാവണന് ശാപം കിട്ടിയിട്ടുണ്ട്, അനുവാദമില്ലാണ്ട് സ്ത്രീകളെ തൊട്ടാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് മേനകയുടെ ശാപം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സീതാദേവിയെ പോയി താലി കെട്ടി ഭാര്യയാക്കാൻ പറ്റൂല അല്ലേ. അതുകൊണ്ട് കൈ പിടിച്ചിട്ടല്ല, തലമുടി പിടിച്ചിട്ടാണ് സീതയെ പിടിച്ച് വിമാനത്തിലേക്ക് കയറ്റിയത് എന്നൊക്കെ നമുക്ക് കാണാം. ഇന്നത്തെ ആ ഒരു സമയം നമുക്ക് ആയിട്ടുണ്ട്. ലങ്കയിലെത്തിയ ഹനുമാൻ സ്വാമി ആദ്യം കാണുന്നത് ഇനി രാവണനും സീതാദേവിയും തമ്മിലുള്ള സംഭാഷണമാണ്. ആ രാവണന്റെ പുറപ്പാട്, രാവണനും സീതയുമായിട്ടുള്ള സംഭാഷണം, അതിനുശേഷം സീതാദേവിയുമായിട്ട് ഹനുമാൻ ഉള്ള സംഭാഷണം, പിന്നെ ഹനുമാൻ ഉദ്യാനമാകെ തല്ലിപ്പൊളിക്കുന്ന സമയത്ത് രാവണപുത്രനായിട്ടുള്ള അക്ഷയകുമാരൻ വരുന്നതും അക്ഷയകുമാരനെ വധിക്കുന്നതും ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്തിന് പെട്ട് ഹനുമാൻ സ്വാമി രാവണന്റെ സന്നിധിയിലെത്തി ശ്രീരാമൻ ദേവന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊക്കെയാണ്. കടാമ്പുഴമ്മയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് ഇതുപോലെ ആ രാവണൻ സന്നിധിയിൽ ഹനുമാൻ സ്വാമി എത്തുന്നത് വരെയുള്ള ഭാഗം നാളത്തെ പ്രഭാഷണ സമയത്താവാം. എല്ലാവർക്കും അമ്മയുടെ ആ ഒരു അനുഗ്രഹവും ശ്രീരാമന്റെ അനുഗ്രഹവും രാമനാമം ചൊല്ലാനുള്ള മനസ്സും അമ്മ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അമ്മയുടെ പാദത്തിൽ, ശ്രീരാമപാദത്തിൽ, ഗുരുനാഥന്റെ പാദത്തിൽ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഏതാനും വിഴഞ്ഞാറിഞ്ഞും അറിയാതെ ചൊല്ലിയിടിലും മാതാവാകിയ നീ ഒഴിഞ്ഞ ആരുണ്ടിത് പുറത്തിയിടുവാൻ കാതോളം വിലസുന്നൽ കടാക്ഷം കൊണ്ട് എന്നെ ക്ഷണം നോക്കിയാൽ ചേതം നിനക്ക് വന്നിടുമോ ശ്രീ കടാമ്പുഴയിൽ മെരുവും ശിവേ. നാരായണ ദേവി നാരായണ.